So BA English first year, prose, lesson 17, chapter 17, familiar style. Now let us continue. William Hazlitt is the author. Author പേര് William Hazlitt ആണ്, English writer. Literary criticism വളരെ famous ആയിട്ടുള്ള ആളാണ്. Prominent literary critic, grammarian, philosopher. Grammarian and philosopher ഇങ്ങനെ കുറെ പേരുകളുണ്ട്. One of the greatest critics in essays in English, placed in the same company as Samuel Johnson and George Well തുടങ്ങിയ റൈറ്റേഴ്സിന്റെ അതേ കമ്പാനിയൻസ് അല്ലെങ്കിൽ കണ്ടംപററി റൈറ്റേഴ്സ്, സമകാലീന എഴുത്തുകാരായിരുന്നു. And പിന്നെ was Irish Protestant ഫാമിലിയിൽ നിന്ന് വന്ന ഒരാള്. 18th century moved from the country to Tipperary. ഇപ്പൊ പഴയ പേരാണ് Tipperary. പാസ്റ്റർ 1764 ചർച്ച് പാസ്റ്റർ ആയിട്ട് മാറിയത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്താ, ആഫ്റ്റർ ഹിസ് മാരേജ് അഗെയിൻ സെറ്റിൽഡ് ഇൻ മൈൽസ്റ്റോൺ കെന്റ് എന്നുള്ള സ്ഥലത്ത്. ദെൻ സ്മോൾ ഡിക്ലൈൻ 1990s ഒന്ന് ഡിക്രീസ് ചെയ്ത് വന്നത്. അതായത് ക്രിറ്റിസിസം ചെയ്യുമ്പോൾ എപ്പോഴും ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കിയിട്ട് അവിടെ എത്തില്ല. അപ്പൊ ക്രിറ്റിസിസം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഡിക്രീസ് ഉണ്ട്, അവരുടെ പേരിൽ ഒരു ഡിക്രീസ്. പല റൈറ്റേഴ്സിനെയും ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫെമിലിയറിറ്റി ഒന്ന് കുറയും. ആൻഡ് ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഫെമിലിയർ സ്റ്റൈൽ എന്നതുകൊണ്ട് വില്യം ഹാസ്ലിറ്റിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഫെമിലിയർ സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റൈറ്ററുടെ ഫെമിലിയർ സ്റ്റൈൽ, അതായത് ഓരോ റൈറ്റേഴ്സിനും ഓരോ ഓതേഴ്സിനും ദേ ഹാവ് ദെയർ ഓൺ റൈറ്റിംഗ് സ്റ്റൈൽസ്. എഴുതുന്ന വിധം, ക്ലൈമാക്സ് ആദ്യം എഴുതുക, അല്ലെങ്കിൽ സസ്പെൻസിൽ എഴുതുക, അല്ലെങ്കിൽ എൻജോയിങ് ആയിട്ട് എഴുതുക, വർണ്ണിച്ച് എഴുതുക, എക്സാജറേറ്റ് ചെയ്ത് എഴുതുക. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടാവും, ഓരോ റൈറ്റേഴ്സിനും ഓരോ റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടാവും. അതിനെ കുറിച്ചാണ് ഈ ലെസണിൽ പറയുന്നത്. ഫെമിലിയർ സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക എല്ലാവർക്കും പെട്ടെന്ന് ഫെമിലിയർ ആവുന്ന റൈറ്റിംഗ് സ്റ്റൈൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഫെമിലിയർ സ്റ്റൈലിലേക്ക് വരുമ്പോൾ മേ ബി ഒരു നോർമൽ റീഡറുടെ വ്യൂ പോയിന്റിൽ നോക്കിയാൽ യു വിൽ തിങ്ക് ഒരു എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ, അല്ലെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് റീച്ച് ആവുന്ന ഒരു കൺസെപ്റ്റ്, തിയറി, ടോപ്പിക് അത് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഫെമിലിയർ. ഒരു ഫെമിലിയർ ആയിരിക്കും, അതൊരു ഫെമിലിയർ സ്റ്റൈൽ ആയിരിക്കും സാധാരണ ഒരാൾ വിചാരിക്കും. ഒരു മറ്റു റൈറ്റർ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, എഴുത്തുകാർ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മൈൻഡിൽ വരുന്നത് ഇതൊരു സസ്പെൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു പറയുന്ന ക്ലൈമാക്സ് ആദ്യം പറഞ്ഞിട്ട് അതിന്റെ സ്റ്റോറി പറയുക, ഇങ്ങനെ ഒരു സസ്പെൻസ് ആയിട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോഴായിരിക്കും കൂടുതൽ ഫെമിലിയർ ആവുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുന്ന. ഓരോ റൈറ്റേഴ്സിന്റെ വ്യൂ പോയിന്റിൽ ഡിഫറെന്റ് തോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. എഴുതുന്ന സ്റ്റൈലിനെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോട് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതാറില്ലാത്തത് കൊണ്ട് ഫെമിലിയർ സ്റ്റൈൽ പറയാൻ പറ്റും. നമ്മൾ എഴുത്തുകാരാണെങ്കിൽ നമുക്ക് ഫെമിലിയർ സ്റ്റൈൽ പറയാൻ പറ്റും. റീഡേഴ്സ് എന്നുള്ള നിലയിൽ ഒരു ഫെമിലിയർ സ്റ്റൈൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. And first point പറഞ്ഞിരിക്കുന്നത് precision and the purity of expression, the marks of a familiar style. Familiar style, ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈൽ വരണമെങ്കിൽ പ്യൂരിറ്റി ഓഫ് എക്സ്പ്രഷൻ. എന്ത് വിഷയമാണോ, the matter what you are going to express, ആ പറഞ്ഞിരിക്കുന്ന തീം എന്താണോ അതിലുള്ള പ്യൂരിറ്റി, അതിന്റെ എല്ലാ വശങ്ങളെയും പഠിച്ചിട്ട് അതിന്റെ എല്ലാ ഇതിലും റിസർച്ച് നടത്തിയിട്ട് ആ വിഷയത്തെ കറക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായിരിക്കണം ഒരു ഫെമിലിയർ സ്റ്റൈലിന്റെ ഫസ്റ്റ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Familiar style does not mean vulgar style, nor it is a style which can be written at random. Familiar style, familiar ആവാൻ വേണ്ടി വൾഗർ ആയിട്ട് എഴുതാം, അങ്ങനെ ഒരു കൺസെപ്റ്റ് റൈറ്റേഴ്സിന്. സിനിമാ കഥയാണെങ്കിലും അല്ലെങ്കിൽ പാട്ടൊക്കെ ആണെങ്കിലും, ഇങ്ങനെ പാട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ട് ആവുന്നത്, ഫെമിലിയർ ആവുന്നത്, നമുക്ക് ഇഷ്ടമാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് റീച്ച് ആവുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. മെലഡീസ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ ഭയങ്കര ഹാർഷ് സോങ്സ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ വേർഡ്സ് എന്താണെന്ന് പോലും അറിയാത്ത പാട്ട് അതാണ് എനിക്ക് ഇഷ്ടം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇത് പറയാനുണ്ടാവും, റിപ്ലൈ പറയാനുണ്ടാവും. അപ്പൊ അതുപോലെ ഇവിടെ പറയുന്ന ഒരു അങ്ങനെ ചിലർക്ക് അട്രാക്ട് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ഫെമിലിയർ ആവാൻ വേണ്ടി അങ്ങനെ ഒരു വേർഡ്സിന് ക്ലിയാരിറ്റി കൊടുക്കാതെ ഫെമിലിയർ ആവുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. വേർഡ്സിനൊന്നും ക്ലാരിറ്റി കൊടുക്കുക, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ വേർഡും ആ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന മീനിങ് എന്താണെന്ന് ചോദിച്ചാലൊന്നും പറയാറില്ല. ഫെമിലിയർ ആവാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ട് വെച്ചിട്ട് ഒരു പാട്ട് എഴുതുക, അല്ലെങ്കിൽ ഒരു കഥ എഴുതുക എന്നുള്ള ഒരു കൺസെപ്റ്റ്, അങ്ങനെയും ഫെമിലിയർ. അപ്പോൾ അതല്ല ഫെമിലിയർ സ്റ്റൈൽ എന്നതുകൊണ്ട് ഇവിടെ പറഞ്ഞത് പ്രിസിഷൻ ആൻഡ് പ്യൂരിറ്റി ഓഫ് എക്സ്പ്രഷൻ ആണ് ഫണ്ടമെന്റൽ റിക്വയർമെന്റ്സ് ഓഫ് ഫെമിലിയർ സ്റ്റൈൽ. ഫെമിലിയർ സ്റ്റൈലിൽ പ്രിസിഷൻ ആൻഡ് പ്യൂരിറ്റി, വളരെ ക്ലാരിറ്റി ഉള്ള വിഷയങ്ങളെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഫെമിലിയർ സ്റ്റൈലിന്റെ പോയിന്റ്. Completely avoids the use of all kinds of law and con phrases and loose, unconnected and slipshod allusions. അപ്പൊ അതായത്
അലൂഷൻസ് അല്ലെങ്കിൽ കണക്റ്റഡ് അല്ലാത്ത വിഷയങ്ങൾ, ബന്ധമില്ലാത്ത രണ്ട് വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇമാജിനേഷനിൽ കാണുന്ന ഒരു കൺസെപ്റ്റ്, ഇങ്ങനെയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രീം ചിൽഡ്രൻ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡ്രീമിനകത്തൊരു ഡ്രീം കാണുകയാണ്, ആ കാണുന്നതിൽ ലൈഫിനെ കാണുക, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ എടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നോർമൽ ഒരു റീഡറിലേക്ക് റീച്ച് ആവില്ല, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ ഉണ്ടാവും. കണക്റ്റഡ് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഫെമിലിയർ ആവില്ല എന്നാണ് നമ്മളുടെ വില്യമിന്റെ ഒപ്പീനിയൻ. ഇതിൽ to write in genuine familiar style is to write as anyone having a thorough command and choice of words might speak in common conversation. ഒരു familiar style എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നോർമൽ പേഴ്സൺ അല്ലെങ്കിൽ എനി പേഴ്സൺ ക്യാൻ കമാൻഡ് ഓൺ ദിസ് റൈറ്റിംഗ്. ഈ എഴുത്തിൽ വായിച്ചാൽ ഏതൊരാൾക്കും അതിലൊരു കമന്റ് പറയാൻ പറ്റണം, ഏതൊരാൾക്കും ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു വിഷയമായിരിക്കണം എഴുതുന്നുണ്ടാവും. അങ്ങനെ അപ്പൊ ഏതൊരാൾക്കും കമന്റ് പറയാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും റീച്ചബിൾ ആയിട്ടുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ തീം ആയാലും എഴുതുന്ന സ്റ്റൈൽ ആയാലും ഏതൊരാൾക്കും റീച്ച് ആവുന്ന ഒരു സ്റ്റൈൽ ആയിരിക്കണം എന്നുള്ളതാണ് വില്യമിന്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത്. എനിവൺ ക്യാൻ റീച്ച് അല്ലെങ്കിൽ എനിവൺ ക്യാൻ കമാൻഡ് ഓൺ ദിസ് റൈറ്റിംഗ്. ആർക്ക് വേണമെങ്കിലും, അതായത് റൈറ്റേഴ്സിന് മാത്രമേ കമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ ഇത് വായിക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സാധാരണ ഒരാൾക്ക് ഇത് വായിച്ചു മനസ്സിലാക്കാൻ പറ്റില്ല. അതിനെ ഫെമിലിയർ റൈറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് വില്യമിന്റെ ഒപ്പീനിയൻ പറയുന്നത്. ഇനി ഒരു പോയിന്റ് പറയുന്നത്, write or speak with property and simplicity is more difficult task. It is easy to affect a pompous style or to use a word twice as big as the one wants to express. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് write or speak with priority and simplicity is more difficult task. അതാണ്, അങ്ങനെയാണ്. ആവശ്യമുള്ള വിഷയം ആദ്യം ചിലർ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവില്ല. രണ്ട് വ്യക്തികൾ തമ്മിൽ വീട്ടിലുള്ള എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചു, ഇവിടെ രണ്ടുപേരും വന്നിട്ട് അവര് പറഞ്ഞപ്പോ അവരെന്നോട് ചോദിച്ചു എന്താ വിഷയം എന്നുള്ളത്, എന്താ പറഞ്ഞു വരുന്നെന്നുള്ളത് ലാസ്റ്റിലേ അറിയുള്ളൂ. എന്താ വിഷയത്തിലേക്ക് ഫൈനൽ എന്ത് നടന്നു, എന്തെങ്കിലും അപകടം നടന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോയോ, എന്താണ് വിഷയം എന്നുള്ളത് ഫൈനലാണ്. അല്ലെങ്കിൽ ആദ്യം ആ കൺസെപ്റ്റ് പറയും, ഇന്ന് ഇവിടെ വന്നിട്ട് ഒരാൾ വന്നിട്ട് ഒരു 500 രൂപ മേടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കൺസെപ്റ്റ് പറയുന്നു, വന്നപ്പോ ഞങ്ങൾ വാങ്ങി തുറന്നു, ഇങ്ങനെ കൺസെപ്റ്റ് പറയുന്ന ഒരു രീതി. രണ്ട് സിസ്റ്റം അല്ല. അപ്പോ ഒരാൾക്ക് ഇതിൽ പറയുന്നത് റൈറ്റ് ഓർ സ്പീക്ക് വിത്ത് പ്രയോറിറ്റി ആൻഡ് സിംപ്ലിസിറ്റി. സിമ്പിൾ ആയിട്ട് ഒരു വിഷയത്തെ അവതരിപ്പിക്കാനാണ് ടാസ്ക്. അതാണ് ഡിഫിക്കൽട്ട് ടാസ്ക്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു വിഷയത്തെ ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഇതിൽ എഴുതുന്നതൊക്കെ വളരെ ഹൈ പ്രയോറിറ്റി കൊടുത്ത്, വളരെ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത്, വളരെ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് ഹൈ പ്രയോറിറ്റി കൊടുത്ത് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിന് സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാനാണ് ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന്. ഈ ടഫായിട്ട് പ്രസന്റ് ചെയ്യാൻ എളുപ്പമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ആണോ? അങ്ങനെയാണോ? സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ എളുപ്പമാണെന്ന്. അപ്പൊ നമുക്ക് എക്സാം എഴുതാൻ എളുപ്പമായിരിക്കും. സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്താൽ മതിയല്ലോ. ഇതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് എഴുതാൻ മതിയല്ലോ. ആൻഡ് use word twice as big as one wants to express. പിന്നെ ക്ലാരിറ്റി വരാൻ പലരും എന്താ ചെയ്യാം, എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒരേ വിഷയം തന്നെ 2-3 പ്രാവശ്യം പറഞ്ഞിരിക്കാം, കുറച്ചും കൂടി സിംപ്ലിസിറ്റി വരാൻ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി. ആൻഡ് it is not easy to choose a very word which exactly fits the thing that one wants to express. നമുക്ക് ചില സമയങ്ങളിൽ ചില വിഷയങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള വേർഡ് കിട്ടാനായിരിക്കും പ്രയാസം. പൊതുവെ ഇംഗ്ലീഷ്, നമ്മളേതല്ലാത്ത ലാംഗ്വേജ് ഇംഗ്ലീഷ് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞാൽ ഒരു വിധമൊക്കെ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റും. അവിടെ ചില വാക്കുകൾക്ക് അയ്യോ ഇതിന് എന്താ ഇംഗ്ലീഷിൽ പറയാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇതാണ് നേരത്തെ അറിയുന്ന വിഷയമായിരുന്നു എന്ന് പെട്ടെന്ന് തോന്നും. പക്ഷെ നേരത്തെ നമുക്ക് അറിയാവുന്ന വിഷയമായിരിക്കും. ആ സിറ്റുവേഷനിൽ ആ സമയത്ത് വരണ്ടേ, ആ സെന്റൻസിൽ ആ വേർഡ് കയറി വരണ്ടേ. നമുക്ക് ആ വിഷയം അറിയാം, ആ വേർഡിന് ഇന്നതാണ് ഇംഗ്ലീഷ് വേർഡ് എന്നുള്ളതും അറിയാം. പക്ഷെ അത് വേണ്ട സമയത്ത് വന്നാലേ അതിന് യൂസ് ആവുള്ളൂ. അതാണ് ഡിഫിക്കൽട്ട് ടാസ്ക്. പലപ്പോഴും നമുക്ക് ഒരു വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പോയിന്റ്, വേണ്ട വേർഡുകൾ, ആപ്റ്റ് ആയിട്ടുള്ള വേർഡുകൾ, അതിന് അനുയോജ്യമായിട്ടുള്ള വേർഡ് ആ സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് ആ സമയത്ത് ടൈമിങ്ങിൽ വന്നാലേ കോൺവെർസേഷൻ കറക്റ്റ് ആവുള്ളൂ, ഈസി ആവുള്ളൂ, സിമ്പിൾ ആവുള്ളൂ, പ്രസന്റേഷൻ സിമ്പിൾ ആവുള്ളൂ. അതാണ് പലപ്പോഴും ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത്. അതാണ് അങ്ങനെ ഈസി ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ പറഞ്ഞു നമുക്ക് പ്രാക്ടീസ് ഉണ്ടാവണം. ഈസി ആയിട്ട് ഇങ്ങനെ ഫ്ലോ ആയിട്ട് പറഞ്ഞു പോകണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതാണ് നമുക്ക് ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ ഒരു ഫെമിലിയർ സ്റ്റൈലിലേക്ക് വരണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യണം, ഈസിലി റീച്ചബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യണം, എല്ലാവർക്കും കമന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഫെമിലിയർ സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പ്രസന്റ് ചെയ്യാനുള്ള സ്റ്റൈൽ ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഫെമിലിയർ ആവാറുള്ളത്. യൂസ് ഓഫ് cant and slang phrases not permissible in familiar style. പിന്നെ ഫെമിലിയർ സ്റ്റൈലിൽ പറഞ്ഞിരിക്കുന്നത്
കാണ്ട്. കാണ്ട് എന്ന വേർഡിന്റെ മീനിങ് എന്താ? CANT, ചെയ്യാൻ കഴിയില്ല. ഈ വേർഡ് റൈറ്റിംഗ് സ്റ്റൈൽ, എഴുത്തുകാരുടെ കഥയോ കവിതയോ അവതരിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫെമിലിയർ ആവില്ല എന്നർത്ഥം. അതായത് ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ എഴുതിയാൽ അയാൾ ഫെമിലിയർ ആവില്ല എന്നർത്ഥം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ എഴുത്തുകാർ എഴുതിയാലേ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ എന്നർത്ഥം. പിന്നെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് സ്ലാങ്, നമ്മളുടെ ലോക്കൽ സ്ലാങ് വരും എഴുതുമ്പോൾ. ഇപ്പൊ നമ്മളുടെ മലയാളത്തിലൊക്കെയാണ് എഴുതുന്നതെങ്കിൽ നമ്മളുടെ പാലക്കാട് ഭാഷ അത് എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിരിക്കില്ല. അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ആ ഭാഷയെ നന്നായി അറിയാവുന്നവർക്ക് അത് കേട്ടാൽ ആസ്വദിക്കാൻ പറ്റില്ല. ഈ ഭാഷയെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് അത് കേട്ടാൽ ഒരു ആസ്വദിക്കാനൊന്നും പറ്റില്ല. ഒരു പാലക്കാടൻ സ്റ്റൈൽ കേട്ടെന്ന് വെറുതെ രസിക്കും, മാത്രമേ ഉള്ളൂ, ആസ്വദിക്കാൻ പറ്റില്ല. നമുക്ക് അതിനെക്കുറിച്ച് നന്നായി ഡീപ്പായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ആ ഭാഷയിൽ അവതരിപ്പിച്ച ഒരു വിഷയം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ അത് വളരെ കുറഞ്ഞ ആളുകളിലേക്ക് ചുരുങ്ങിപ്പോകും. ആ ഫെമിലിയറിറ്റി വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമല്ല അത് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരിലേക്ക് ചുരുങ്ങിപ്പോകും. അപ്പൊ ഫെമിലിയർ ആയി എഴുതുന്ന ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു സ്ലാങ് യൂസ് ചെയ്ത് എഴുതരുത്, അവരിലേക്ക് ഷോർട്ടായി പോകുന്നത്. ഡോക്ടർ ജോൺസൺ എന്ന റൈറ്ററുടെ സ്റ്റൈലിനെ ഡിസപ്രൂവ് ചെയ്യുന്നത്, അപ്രൂവ് ചെയ്യുന്നില്ല നമ്മുടെ വില്യം ഹാസ്ലിറ്റ് അപ്രൂവ് ചെയ്യാത്ത ഒരു കാരണം പറഞ്ഞിരിക്കുന്നത്, there is no discrimination, no selection, no writing. ഡോക്ടർ ജോൺസൺസ് usually mean tall opaque words. ഇതുപോലെ ഫെമിലിയർ ഡോക്ടർ ജോൺസൺ എന്നൊരു റൈറ്ററുടെ റൈറ്റിംഗ് ഫെമിലിയർ അല്ലാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വില്യം ഹാസ്ലിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല, അതിൽ വെറൈറ്റി ഇല്ല, ഒരു ഒപ്പാക്ക് ആയിട്ടുള്ള വേഗ് ആയിട്ടുള്ള വേർഡ്സുകൾ, ആക്ട് അല്ലാത്ത വേർഡ്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഫെമിലിയർ അല്ലാത്ത, അല്ലെങ്കിൽ വില്യമിന് അത് ഇഷ്ടാവുന്നില്ല, ഹി ഡസന്റ് ലൈക്ക് ദാറ്റ്, അതിനെ ഒപ്പോസ് ചെയ്യുന്നു എന്നൊരു ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഹി യൂസസ് ലാറ്റിൻ ഫ്രേസസ്, ഇംഗ്ലീഷ് ടെർമിനേഷനിൽ ലാറ്റിൻ ഫ്രേസസ്, ലാറ്റിൻ മിക്സിംഗ് ഉള്ള വേർഡ്സുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നോർമൽ ഒരു റീഡർക്ക് അത് റീച്ചബിൾ ആവില്ല, പെട്ടെന്ന് മനസ്സിലാവില്ല. യൂണിവേഴ്സൽ ഫോഴ്സ് ഇൻ അപ്ലിക്കബിലിറ്റി അല്ല. സ്റ്റൈൽ ഈസ് എ ഫ്രീ ഫ്രം കാണ്ട് ഓർ സ്ലാങ് ഫ്രേസസ്. ഈ നേരത്തെ പറഞ്ഞ കാണ്ട് എന്നുള്ള വേർഡ് ഇല്ലാത്തതും സ്ലാങ് ഫ്രേസസ് ഇല്ലാത്തതും സ്റ്റൈലൊക്കെ തന്നെയാണ് ഡോക്ടർ ജോൺസന്റെ. പക്ഷെ അതിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തത് കൊണ്ടും വെറൈറ്റി സെലക്ഷൻ ഇല്ലാത്തത് കൊണ്ടും അതിനെ ഫെമിലിയർ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. അതായത് ഫെമിലിയർ സ്റ്റൈൽ അല്ലാത്ത റൈറ്റേഴ്സിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് ഡോക്ടർ ജോൺസന്റെ റൈറ്റിങ്ങിനെ കുറിച്ച്. ഫെമിലിയർ അല്ലാത്ത ഒരു സ്റ്റൈലിനെ കുറിച്ച് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി as an author, Hazlitt tries to employ only plain words and popular modes of construction. Right, as a writer എന്ന നിലയിൽ നമ്മുടെ വില്യം ഹാസ്ലിറ്റ് ഒരു റൈറ്റർ എന്ന നിലയിൽ റൈറ്ററിന് റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ വേർഡ്സ്, വളരെ ടഫ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇങ്ങനെ മ്യൂട്ടഡ് ആയിട്ടുള്ള വേർഡ്സ് അല്ലാതെ പ്ലെയിൻ ഡയറക്റ്റ് വേർഡ്സ് ആണ് സാധാരണയായിട്ട് എഴുത്തിൽ ഉപയോഗിക്കാറുള്ളത്. പോപ്പുലർ മോഡ്സ് ഓഫ് കൺസ്ട്രക്ഷൻ, അതിന്റെ സ്ട്രക്ചർ, എഴുതുന്നതിന്റെ സ്ട്രക്ചർ, ആദ്യം വിഷയം ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നെ അതിനെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, ദെൻ സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറിയുടെ ഡൈവേർഷൻസിലേക്ക് വന്നു, കൺക്ലൂഷനിലേക്ക് വന്നു, ഒരു ഫെമിലിയർ നോർമൽ ഒരു സ്റ്റൈലിലേക്ക്. Even though he has been accused by some critics of using vulgarism and broken English. പല ക്രിട്ടിക്സും വില്യം ഹാസ്ലിറ്റിന്റെ ഇംഗ്ലീഷിനെ ബ്രോക്കൺ ഇംഗ്ലീഷ് എന്നും വൾഗറിസം എന്നും പലരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും he himself believes that വില്യം ഹാസ്ലിറ്റിന്റെ സ്വയം വിശ്വാസം അതാണ്, ഞാനൊരു പ്ലെയിൻ വേർഡ്സ് ഉപയോഗിക്കുന്ന ഡയറക്റ്റ് സ്ട്രക്ചറിലൂടെ എഴുതുന്ന ഒരാളാണെന്നുള്ള തന്റെ സെൽഫ് കോൺഫിഡൻസ് മാത്രമാണ് ഹീസ് ഫോർവേഡിങ് ആസ് ഒരു ഫേമസ് റൈറ്റർ, ഒരു ഫെമിലിയർ റൈറ്റർ ആയിട്ട് മൂവ് ചെയ്യുന്നത് എന്നാണ് തന്റെ സ്വന്തം വിശ്വാസം. പിന്നെ റൈറ്റർക്ക് ക്രിറ്റിസിസം ഒന്നും ഒരു വിഷയമല്ല, അവർക്ക് ക്രിറ്റിസിസം വേണം. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലി അവിടെ നിർത്തും. ഇങ്ങനെ എന്നെ പറഞ്ഞില്ല, ഇനി മുതൽക്ക് ഞാൻ ആ ജോലി ചെയ്യില്ല, നമ്മളെ അവിടെ നിർത്തും. വിമർശിക്കുന്നത് എപ്പോഴും നോട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ ആയിരിക്കും വിമർശിക്കുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത് കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും വിമർശിക്കുന്നത്. വിമർശിച്ചു തുടങ്ങിയാൽ അതിൽ നിന്ന് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. ആ വിമർശനങ്ങൾ സ്വീകരിക്കുമ്പോഴാണ്, ക്രിറ്റിസിസത്തിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ കുറെ ചേഞ്ചസ് വരുത്തിയിട്ട് ഇനിയും ഡെവലപ്പ് ആകാൻ പറ്റുള്ളൂ. ഒരു ശരിയായ റൈറ്റർക്ക് ക്രിട്ടിസൈസ് ചെയ്താൽ അവർ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ ചേഞ്ചസ് വരുത്തും. അപ്പൊ റീഡർക്ക് ഇങ്ങനെയാണ് റീച്ച് ആവുന്നത്, അപ്പോഴാണ് മനസ്സിലാവുക. നമ്മൾ എഴുതുന്ന സ്റ്റൈലാണ് കറക്റ്റ് എന്ന് വിശ്വസിച്ചിരിക്കും. റീഡേഴ്സിന് ഒരു ക്രിറ്റിസിസം കമന്റ് വരുമ്പോഴാണ് ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുക. അപ്പൊ ഹി ചേഞ്ച് തന്റെ റൈറ്റിംഗ് സ്റ്റൈലോ എന്താണോ അതിൽ കുറെ ചേഞ്ചസ് കൊണ്ടുവരുത്താനെങ്കിലും ശ്രമിക്കും. അപ്പോഴാണ് കുറച്ചും കൂടെ ഇനിയും ബെറ്റർ ആവാൻ പറ്റും. ക്രിറ്റിസിസം വരണമെങ്കിൽ ഒരു ഫെമിലിയർ ആളായിരിക്കണം, അല്ലെങ്കിൽ ഒരു നോട്ടബിൾ പേഴ്സൺ ആയിരിക്കും ക്രിറ്റിസിസം വരണം. ക്രിറ്റിസിസിനെ വരുന്നില്ലെങ്കിൽ അവിടെ ഒന്നുമില്ല, എഫക്റ്റേ ഒന്നുമില്ല എന്നർത്ഥം, നോ ക്രിറ്റിസിസം. ഇനിയുള്ളത് നോ പോംപ് ഓർ പ്രൊട്ടൻഷൻ, അഡാപ്റ്റേഷൻ ഓഫ് ദ വേർഡ് ടു ദ ഐഡിയ. അതായത് ഷോ ഓഫിന് വേണ്ടി മാത്രമല്ലാതെ
ഐഡിയാസ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി വേർഡ്സിനെ യൂസ് ചെയ്യണം. റൈറ്റേഴ്സിനുള്ള മറ്റൊരു പ്രത്യേകത അതാണ്. റൈറ്റിംഗ് സ്റ്റൈലിന് ഇപ്പൊ നിങ്ങളോട് ഒരു ലിറ്ററേച്ചർ പീസ് അല്ലെങ്കിൽ കുറച്ച് സാഹിത്യപരമായിട്ട് ഒരു മലയാളത്തിൽ ഒരു കാര്യം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം അതിന്റെ വേർഡ്സിനെ എങ്ങനെയൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അതിനെയൊക്കെ അങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് വെറുതെ ചിന്തിച്ച് നോക്കും. വെറുതെ ഒരു ലിറ്ററേറ്റീവ് പീസ്, സാഹിത്യത്തിൽ എന്തെങ്കിലും ഒരു പീസ് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നമുക്ക് മാക്സിമം വെറുതെ സിമ്പിൾ ആയിട്ട് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞാലും നമ്മൾ അതിനൊരു സാഹിത്യം എന്ന് തോന്നണ്ടേ? സാധാരണ സംസാരിക്കുന്ന ഭാഷ എഴുതിയ സാഹിത്യം തോന്നില്ലല്ലോ. അപ്പൊ അതിന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ തപ്പി പിടിച്ച് എഴുതി അങ്ങനെ അതിനു വേണ്ടി ഇത് വിഷയം പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വിഷയം കഴിച്ചു. മാറ്ററിന് ആപ്റ്റ് ആവുന്ന വേർഡ് തന്നെ കിട്ടണ്ടേ? മാറ്ററിന് ആപ്റ്റ് ആവില്ല. അപ്പൊ സെന്റർ ടോപ്പിക് വിട്ടുപോകും. അപ്പൊ സെന്റർ ടോപ്പിക് വിടാൻ പാടില്ല. അപ്പോഴേ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. എക്സ്പ്രഷനിൽ ക്ലാരിറ്റി ഉണ്ടാവും വേണം. അതിന് ആപ്റ്റ് ആയിട്ടുള്ള നോർമൽ വേർഡ്സ്, അതിനൊരു ലിറ്ററേറ്റീവ് വേർഡ്സ് അല്ലെങ്കിൽ സെലക്ടഡ് വേർഡ്സ് തന്നെ ഉപയോഗിക്കണം എന്നൊരു കൺസെപ്റ്റ് ഒന്നുമില്ല. അതിന് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് എന്താണോ, ചിലപ്പോൾ അത് സിമ്പിൾ ആയിരിക്കും, ചിലപ്പോൾ ആ ഒരു വേർഡ് യൂസ് ചെയ്താലേ അവിടെ കറക്റ്റ് ആയിരിക്കുള്ളൂ. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട് ആഫ്റ്റർ റൈറ്റിംഗ് ദ എക്സാം. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? പറഞ്ഞിട്ടില്ല. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട് ആഫ്റ്റർ റൈറ്റിംഗ് എക്സാം. എന്താ അതിന്റെ മീനിങ്? എക്സാം എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ കോൺസിക്വൻസസ് ആഫ്റ്റർ റൈറ്റിംഗ് എക്സാം. കേട്ടിട്ട് എന്ത് തോന്നി? ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ കോൺസിക്വൻസസ് ആഫ്റ്റർ റൈറ്റിംഗ് ദ എക്സാം. കോൺസിക്വൻസസിന്റെ മീനിങ് എന്താ? ഈ രണ്ട് വേർഡിന്റെ മീനിങ് ഡിക്ഷണറിയിൽ നോക്കിയാൽ അനന്തരഫലം. റിസൾട്ട് എന്ന വേർഡിനും കോൺസിക്വൻസ് എന്ന വേർഡിനും അനന്തരഫലം എന്നാണ്. പക്ഷേ രണ്ടാമത്തെ സെന്റൻസ് ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ കോൺസിക്വൻസസ് ആഫ്റ്റർ റൈറ്റിംഗ് ദ എക്സാം എഴുതിയതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയോ വരുന്നുണ്ടെന്നുള്ളത് വളരെ ഒരു നെഗറ്റീവ് തോട്ടിലോ അല്ലെങ്കിൽ എന്തൊക്കെയോ പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ പരിഹസിച്ചിട്ടോ വെയിറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആ സെന്റൻസ് കാണുമ്പോൾ തോന്നുന്നില്ലേ? കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ? ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട് ആഫ്റ്റർ റൈറ്റിംഗ് ദ എക്സാം. വെരി സിമ്പിൾ സെന്റൻസ് ആണ്. നോർമൽ ഒരു എക്സാം എഴുതി എന്റെ റിസൾട്ട് നോക്കും. ആപ്റ്റ്. ചില സമയത്ത് ഈ കോൺസിക്വൻസസ് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ എങ്ങനെയൊക്കെയോ എഴുതി ഒപ്പിച്ചതായിരിക്കും എക്സാം. അപ്പൊ നമ്മൾ എന്ത് പറയും? ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ കോൺസിക്വൻസസ് ആഫ്റ്റർ റൈറ്റിംഗ് ദ എക്സാം. അപ്പൊ ആപ്റ്റ്, അവിടെ വിഷയം കൈവിട്ട് പോവാതെ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് യു ഹാവ് ടു ജോയിൻ. ഫെമിലിയർ സ്റ്റൈലിന് അത് മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് വെക്കാൻ വേണ്ടി നോർമലി എഴുതിയ ഒരു സ്റ്റുഡന്റിന്റെ എക്സാം എഴുതിയ സ്റ്റുഡന്റ് എക്സാം റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നത് നോർമലി എഴുതിയ ഒരു സ്റ്റുഡന്റ് അവിടെ കോൺസിക്വൻസസ് വെച്ചാൽ അത് അവിടെ ആപ്റ്റ് ആവില്ല. വേർഡ് റിസൾട്ട് എന്ന വേർഡിന് പറഞ്ഞ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ് അവിടെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസിക്വൻസ് ഉള്ള വേർഡ് വെച്ചാൽ അത് ആപ്റ്റ് ആവില്ല എന്നർത്ഥം. ആപ്റ്റ് ആവുന്ന സിറ്റുവേഷനിൽ അത് ചിലപ്പോൾ അത് സിമ്പിൾ ആയിരിക്കും, ചിലപ്പോൾ അഡ്വാൻസ്ഡ് വേർഡ് ആയിരിക്കും. ക്ലിയർ ആയി? അതാണ് ഫെമിലിയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. കോമ്പും പ്രൊട്ടൻഷനും ഒന്നും ഇല്ല. അഡാപ്റ്റേഷൻ ഓഫ് ദ വേർഡ് ടു ദ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് വേർഡാണോ അഡാപ്റ്റ് ചെയ്യുന്നത് അത് സിമ്പിൾ ആയിരിക്കാം, അഡ്വാൻസ്ഡ് ആയിരിക്കാം, ലിറ്ററേറ്റീവ് വേർഡ് ആയിരിക്കാം. എന്ത് വേർഡാണോ ആപ്റ്റ് ആവുന്നത് അതാണ് യു ഹാവ് ടു സെലക്ട് ടു ബിക്കം എ ഫെമിലിയർ സ്റ്റൈൽ. ഫെമിലിയർ സ്റ്റൈൽ ആവാൻ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് it is not the size or the luster of the materials, but they're being fitted to their proper places that impart strength to the building. Proper place, കറക്റ്റ് ആയ സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിനകത്ത് വെക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പോയട്രി ബിൽഡ് ചെയ്ത് വരുന്നതിനിടയിൽ ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട വേർഡുകളുടെ സെലക്ഷൻ, ചോയ്സസ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ചോയ്സസ് ഓഫ് തീം, ആ തീമിന് അല്ലെങ്കിൽ ആ കൺസെപ്റ്റിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ട ചോയ്സസ് ആണ് എന്ത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഫെമിലിയർ സ്റ്റൈലിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത്. ഇനി അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫണ്ണി വേർഡ്സ് യൂസ് ചെയ്യുന്നത്, ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ ഫണ്ണി വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൻ ബെറ്റർ വേർഡ് മേ പ്രസന്റ് ഇറ്റ്സെൽഫ് ഓൺ റിഫ്ലക്ഷൻ. ഫണ്ണി വേർഡ്സ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റിൽ അടുത്ത് റിഫ്ലക്ഷൻ വരുന്ന ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്ക് ആ ഒരു ഫണ്ണിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റണം. അല്ലെങ്കിൽ അതൊരു ഫൺ തീമാണ്, അല്ലെങ്കിൽ ഇതൊരു ട്രാജഡി തീമാണ്, ഇതൊരു ക്രിമിനൽ തീമാണ് എന്നൊരു കൺസെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. എഴുതുന്ന സ്റ്റൈലിലൊക്കെ ആ കൺസെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിലൊരു ഫണ്ണി വേർഡ് യൂസ് ചെയ്യുമ്പോൾ ആപ്റ്റ് ആവില്ല, ഇല്ലല്ലോ. അല്ലെങ്കിൽ ഫണ്ണി എക്സാമ്പിൾ പറയുമ്പോൾ അതിന് ആപ്റ്റ് ആവില്ല എന്നർത്ഥം. അപ്പൊ അതിന് അതാത് വിഷയങ്ങൾക്ക് അതിന് അനുയോജ്യമായ അല്ലെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങളെ തന്നെ, ഐഡിയാസിനെ തന്നെ സെലക്ട് ചെയ്യണം. ഇനി ഹാസ്ലിറ്റിന്റെ ക്രിറ്റിസിസം ആണ്. ഹാസ്ലിറ്റ് മറ്റ് റൈറ്റേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ ലാംബ് സ്റ്റൈലിനെ ക്രിട്ടിസൈസ് ചെയ്യുക. വില്യം ഹാസ്ലിറ്റിന്റെ
റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫെമിലിയർ സ്റ്റൈൽ എന്ന് പറയുന്നതിൽ ഇത്രയും പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതുവരെയും പറഞ്ഞ പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫെമിലിയർ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു റൈറ്റർക്ക് ഫെമിലിയർ ആവാൻ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാസ്ലിറ്റിന്റെ സ്റ്റൈലും ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെയൊക്കെയാണ് എഴുതാറുള്ളത്. പുള്ളിച്ചേരൊക്കെ അടുത്തിരുത്തത് കേട്ടോ, പുള്ളിച്ചേരുന്ന അടുത്തിരുത്താൻ വേറെ ചേർത്തിട്ട് അവിടെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇരിക്കണം. ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. പുള്ളി പിടിക്കാത്തവർ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. സോഷ്യൽ ഡിസ്റ്റൻസ് പെട്ടെന്ന് ആരെങ്കിലും കയറി ഒന്നും എല്ലാം നീ ഓടിക്കൊള്ളാം. മാസ്കും കൂടെ ഇടാതെ നമ്മൾ ഇങ്ങനെ എല്ലാവരും. ഇനി ഇതില് ഹാസ്ലിറ്റ് കമന്റ്സ് ഓൺ ലാംബ് സ്റ്റൈൽ. ലാംബിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ, മറ്റൊരു റൈറ്റർ ആണ് ലാംബിന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ ഹാസ്ലിറ്റ് ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. There are some authors who make display of nothing but their rich and rare phraseology. Display of nothing. ചില റൈറ്റേഴ്സ് ഉണ്ട് അതിൽ ഡിസ്പ്ലേ ഒന്നും ഉണ്ടാവില്ല. റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയാനോ ഒരു ഫെമിലിയർ സ്റ്റൈൽ എന്ന് പറയാനോ തീം എന്ന് പറയാനോ അതിലൊന്നും ഉണ്ടാവില്ല. ഫ്രേസോളജി മാത്രം, വെറും ഫ്രേസസ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ വേർഡ്സിന്റെ ഒരു കോമ്പിനേഷൻ കൊണ്ട് മാത്രം അത് ഭംഗിയായിരിക്കും. കവിതകൾ, ചില പാട്ടുകൾ, നിങ്ങൾ ഇതിനെയൊക്കെ പാട്ടാക്കിയിട്ട് എടുത്തോളൂ. സോങ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നത് സോങ് അല്ലേ, ഇപ്പൊ സോങ് ആക്കിയിട്ട് എടുത്ത് നോക്കും. ചില സോങ്സിന് വലിയ മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസോ അല്ലെങ്കിൽ സെന്റൻസിന്റെ ഒരു കറക്റ്റ് കോമ്പിനേഷനോ ആപ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ള സോങ്ങോ ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് ഒരു വേർഡ്സിന്റെ ഒരു കോമ്പിനേഷനിൽ കേൾക്കുന്ന ഒരു ഇനത്തിന്റെ ഒരു രണ്ടും കൂടെ ചേരുമ്പോൾ ജസ്റ്റ് കേൾക്കാൻ ഒരു സുഖം, അത്ര മാത്രമുള്ള ചില റൈറ്റേഴ്സ് അങ്ങനെയാണ്. എഴുതുന്നതിൽ വലിയ തീമോ വലിയ ടോപ്പിക്കോ അല്ലെങ്കിൽ ലിറ്ററേറ്റീവ് സ്റ്റൈൽ ഭയങ്കര ഫെമിലിയർ സ്റ്റൈൽ ആലോചിച്ച് ചിന്തിച്ച് എഴുതിയതൊന്നും ആയിരിക്കില്ല. ഒരു ഫ്രേസോളജി കൊണ്ട് വെറുതെ ഒരു വേർഡ്സിന്റെ കോമ്പിനേഷൻ കൊണ്ട് ഫെമിലിയർ ആകുന്ന ചില റൈറ്റേഴ്സും ഉണ്ട്. Hazlitt would not mind the sprinkling of archaism in piece of writing. Whole tissue of obsolete expression is most inappropriate in any writing. അതിൽ വേണ്ടത് അപ്പൊ ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. സ്പ്രിംഗ്ലിംഗ് ഓഫ് ആർക്കിസം, ഇതിന്റെ ഡീപ്പ് ഉള്ളിലേക്ക് ആർക്കിയോളജിയിലേക്ക് ഒന്നും പോകുന്നില്ല. ഡീപ്പായിട്ട് അതിന്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ റൈറ്ററെയും വിമർശിക്കേണ്ടി വരും. അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ മോസ്റ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ഇൻ എനി റൈറ്റിംഗ്, ഒബ്സലീറ്റ് എക്സ്പ്രഷൻസ് ഇസ് ദ മോസ്റ്റ് ഒബ്സലീറ്റ് എക്സ്പ്രഷൻസ്. അതായത് ഒരു വിഷയത്തിന്റെ ഡീപ്പ് എക്സ്പ്രഷൻസ്, ഒരു കൺസെപ്റ്റിനെ കുറിച്ച് വല്ലാതെ അതിനെ ഡീപ്പായിട്ട് എക്സ്പ്രസ് ചെയ്താൽ അത് ആവശ്യമില്ല, ഇനി റൈറ്റിംഗിൽ ആവശ്യമില്ല എന്നാണ് ഹാസ്ലിറ്റിന്റെ ഒപ്പീനിയൻ പറയുന്നത്. അതായത് ഇപ്പൊ ഒരു പോയട്രി എഴുതാണ്, ഒരു ഫ്ലവറിനെ, ഒരു പൂവിനെ വർണ്ണിച്ചുകൊണ്ട് ഒരു കവിത എഴുതാണെന്ന് വിചാരിക്കാം. അവിടെ ഭയങ്കര ഡീപ്പായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്തു എന്ന് വിചാരിക്കാം. പൂവിന്റെ ഭംഗി, അതിന്റെ ഇതുള്ള ഭംഗി, അതിന്റെ മുള്ള്, അതിന്റെ ചെടി, എല്ലാം ഇതൊക്കെ ഭയങ്കര കളറ്, അതിന്റെ ഓവർ, അപ്പൊ അതിന്റെ ഓവർ എക്സ്പ്രഷൻ ആകുമ്പോൾ അതിന്റെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. ഡീപ്പ് എക്സ്പ്രഷൻസ് കൊണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നാച്ചുറലി ഒരു ബ്യൂട്ടി ഉണ്ടാവും. ആ ഫ്ലവറിന് ഒരു നാച്ചുറൽ ബ്യൂട്ടിയെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. ഹാസ്ലിറ്റിന്റെ ഒപ്പീനിയൻ ആണ്, വില്യം ഹാസ്ലിറ്റിന്റെ ഒപ്പീനിയൻ ആണ്. ഒരു വിഷയത്തിനെ, ഒരു കൺസെപ്റ്റിനെ വളരെ ഡീപ്പായിട്ട്, വളരെ ലിറ്ററേറ്റീവ് വേർഡ്സ് അല്ലെങ്കിൽ വേർഡ്സിലുള്ള എക്സ്പ്രഷനിലായാലും വളരെ ആപ്റ്റ് ആവാത്ത വളരെ ഇതുള്ള വേർഡുകളൊക്കെ സെലക്ട് ചെയ്ത് അതിനെ വല്ലാതെ എക്സാജറേറ്റ് ചെയ്ത് വല്ലാതെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ടോപ്പിക് അല്ലെങ്കിൽ അത് കറക്റ്റ് ആവില്ല, ആപ്റ്റ് ആവില്ല. അതൊരു നല്ല റൈറ്റർക്ക് ആവശ്യമില്ല. ഇത്രയും ഓവർ എക്സാജറേഷൻ ആവശ്യമില്ല. നല്ല റൈറ്റർക്ക് സിമ്പിൾ ആയിട്ട് വിഷയത്തെ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടായാൽ മതി എന്ന്. ഇനി then ചാൾസ് ലാമ്പിനെ കുറിച്ച്, who did use antique words and expression but whose style could still be read with pleasure. ചില ആളുകൾ പഴയ വേർഡ്സുകൾ സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അപ്ഡേഷൻസ് ഒന്നും ഇല്ലാതെ, മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഓൾഡ് സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന റൈറ്റേഴ്സും ഉണ്ട് എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ലാമ്പിനെ കുറിച്ച് പറയുന്നത്, ലാമ്പ് ഓൾസോ യൂസസ് ഓൾഡ് സ്റ്റൈൽ, ആന്റിക് സ്റ്റൈൽ, പഴയ സ്റ്റൈലിൽ യൂസ് ചെയ്ത് ഇപ്പോഴും എഴുതുന്ന ആള് തന്നെയാണ് ലാമ്പ്. ബട്ട് കുഡ് സ്റ്റിൽ ബി റീഡ് വിത്ത് പ്ലഷർ. പഴയ ഒരു ആന്റിക് സ്റ്റൈലിൽ എഴുതുന്ന ആളാണെങ്കിലും ഒരു പ്ലഷർ, വായിക്കുമ്പോൾ ഒരു ചെറിയ പ്ലഷർ ഉണ്ടാവാറുണ്ട്. പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉള്ളത് പോലെ ഒരു വിത്ത് പ്ലഷറോടുകൂടി തന്നെയാണ് റീഡേഴ്സ് വായിക്കാറുള്ളതെന്ന് പറയുന്നു. And old authors of whom he wrote certainly remind us of the style of those authors, but does not appear to be the imitation of their style. അപ്പൊ അവരുടെ ഒരു കംപ്ലീറ്റ് ഇമിറ്റേഷൻ ആയിട്ടൊന്നും തോന്നില്ലെങ്കിൽ ഒരു പഴയ റൈറ്റേഴ്സിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ചില റൈറ്റിംഗ്സ് ഒക്കെ ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. ലാമ്പിന്റെ ഇങ്ങനെയുള്ള റൈറ്റിംഗ്സ് ഒക്കെ അക്സെപ്റ്റബിൾ ആയിരുന്നു. ദെൻ ലാമ്പിന്റെ എസ്സേസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഹാസ്ലിറ്റ് accept ചെയ്തിരുന്നത്. ലാംബ്സിന്റെ എസ്സേസ് ആയിരുന്നു. wrote number of pen name of Elia, especially mentions Lamb's essays entitled Mr. Battle's Opinion. ഇതൊക്കെയാണ് ആ പേരുകൾ. Battle's Opinion on which is the most free from obsolete allusions and phraseology. അതിൽ നിന്നൊക്കെ ഫ്രീ ആയ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ മിസ്റ്റർ ബാറ്റിൽസ് ഒപ്പീനിയൻസ് ഓൺ വെസ്റ്റ് എന്നുള്ള റൈറ്റിംഗ് ആണ്, ബുക്ക് എസ്സേ ആണ്.
Essays of Elia, says Hazlitt, are the work of ingenious and highly gifted author and have the same charm and relish which Erasmus colleagues for classical scholar. Erasmus colleagues പോലുള്ള ക്ലാസിക്കൽ സ്കോളറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ പോലെ നമ്മളുടെ ലാംബിനും റൈറ്റിംഗ് ഇൻജീനിയസ് ആൻഡ് പിന്നെന്താ ഹൈലി ഗിഫ്റ്റഡ് ഓത്തർ എന്നൊരു കൺസെപ്റ്റ് തോന്നുന്ന എസ്സേ ആണ് എലിയ. എസ്സേസ് ഓഫ് എലിയ എന്ന് പറഞ്ഞിട്ടൊരു എസ്സേ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ലാംബിന്റെ എസ്സേ ആണ് എസ്സേസ് ഓഫ് എലിയ എന്നുള്ളത്. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റഡ് ഓതർ ആയിട്ട് തോന്നുമെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? വില്യം ഹാസ്ലിറ്റ് പറഞ്ഞിരിക്കുന്നു. ഒരു ഗിഫ്റ്റഡ് ഓതർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത്രയും നല്ല റൈറ്റിംഗ് ആണ് ഇതിലൊക്കെ. ഏറ്റവും കൂടുതൽ എസ്സേസ് ആണ് എൻജോയ് ചെയ്തിരുന്നത്. ഇനി ഇതേപോലെ ഗോഡി, ഫ്ലോറൻസ് സ്റ്റൈൽ, ബാരൻസ് ഓഫ് ഐഡിയാസ്, മറ്റ് റൈറ്റേഴ്സിനെ, ഇനി ലാംബിന്റെ സ്റ്റൈലിനെ മാത്രം ക്രിട്ടിസൈസ് ചെയ്തതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി അടുത്തത് ഗോഡി, ഫ്ലോറൻസ് സ്റ്റൈലിലൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഹാസ്ലിറ്റിന്റെ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു. ഈ ലെസൺ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഇതുവരെ ഉള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ്. ലാസ്റ്റ് രണ്ട് സ്റ്റൈൽ വിട്ടുപോയാലും വില്യം ഹാസ്ലിറ്റിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്താണ്, വാട്ട് വില്യം ഹാസ്ലിറ്റ് തിങ്സ് അബൌട്ട് ഫെമിലിയർ സ്റ്റൈൽ, ഫെമിലിയർ സ്റ്റൈൽ എന്നതുകൊണ്ട് വില്യം ഹാസ്ലിറ്റ് വിചാരിക്കുന്നത് എന്താണ്, ആൻഡ് വില്യം ഹാസ്ലിറ്റിന്റെ ഒപ്പീനിയനിൽ ലാംബ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്, ലാംബിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്താണ്. റൈറ്റിംഗ് എസ്സേസ് ആണ് കൂടുതൽ. ഇവിടെ ക്രിറ്റിസിസം അല്ല ലാംബിനെ ചെയ്യുന്നത്, ലാംബിനെ അഡ്മയർ ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്. നല്ല റൈറ്റർ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഫ്രൈസോളജി മാത്രം യൂസ് ചെയ്തുകൊണ്ട് തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് എഴുതാൻ കഴിവുള്ള ഒരാളാണ് ലാംബ് എന്നാണ് അവിടെ പറയുന്നത്. അതാണ് ക്രിറ്റിസിസത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ലെസണിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ 4-5 പോയിന്റ് വരെ എന്തായാലും എഴുതണം. പിന്നെ സ്ലാങ്ങും ഫ്രേസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പ്യൂരിറ്റി ഓഫ് എക്സ്പ്രഷൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ, പ്യൂരിറ്റി ഓഫ് എക്സ്പ്രഷൻ ആണ്. സ്ലാങ്ങും ഫ്രേസസ് ഒന്നും, സ്ലാങ് അതായത് ലോക്കൽ ലാംഗ്വേജിന്റെ സ്ലാങ്, പാലക്കാട് ഭാഷ, തൃശ്ശൂർ ഭാഷ എന്ന് പറയുന്ന പോലെ ആ സ്ലാങ് യൂസ് ചെയ്ത് റൈറ്റിംഗ്സ് ഒരിക്കലും റൈറ്റേഴ്സ് എഴുതാൻ പാടില്ല എന്നാണ്. എഴുത്തുകാർ ഒരിക്കലും സ്ലാങ് യൂസ് ചെയ്ത് എഴുതാൻ പാടില്ല എന്നാണ്. അത് ആ കുറച്ച് ആളുകളിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകും. അത് അറിയാവുന്ന ആളുകളിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ട് ഒരു ഫെമിലിയർ ആവേണ്ട റൈറ്റേഴ്സ് ഒരിക്കലും ഇങ്ങനെ സ്ലാങ്ങുകൾ യൂസ് ചെയ്ത് തരുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ദെൻ കാണ്ടിന്റെ യൂസേജ്, സ്ലാങ്ങിന്റെ യൂസേജും പറയുന്നുണ്ട്. പിന്നെ വേർഡ്സ് ആൻഡ് ഐഡിയാസ്, പ്രോപ്പർ ആപ്റ്റ് വേർഡ്സിന്റെ സെലക്ഷൻ എന്താണെന്നുള്ളത് അത്രയും വരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ക്രിറ്റിസിസത്തിൽ ഈ രണ്ടും കൂടെ പറയണമെങ്കിൽ അത് രണ്ടും കൂടെ പഠിക്കാൻ പറ്റുന്നവര്, ലാസ്റ്റ് 2 പാരഗ്രാഫ് കൂടെ പഠിക്കാൻ പറ്റുന്നവര് അത് രണ്ടും കൂടെ. ഇനി അനദർ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ക്രിറ്റിസിസം ഒരു ക്വസ്റ്റ്യൻ അല്ല വരിക, അപ്പൊ അതും കൂടെ പഠിക്കാൻ പറ്റും. വാട്ട് ഡസ് ഹാസ്ലിറ്റ് സേസ് ഓൺ ആർക്കിസം, ഹൗ ഇസ് ഫെമിലിയർ സ്റ്റൈൽ ഡിഫറെന്റ് ഫ്രം ഫ്ലോറൻസ് സ്റ്റൈൽ. അപ്പൊ അത് പഠിക്കണമെങ്കിൽ ഫ്ലോറൻസ് സ്റ്റൈൽ പഠിക്കണം അല്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാ, വാട്ട് ഇസ് ഫെമിലിയർ സ്റ്റൈൽ ഡിഫറെന്റ് ഫ്രം ഫ്ലോറൻസ് സ്റ്റൈൽ. ഫെമിലിയർ സ്റ്റൈൽ പോലെ തന്നെ മറ്റൊരു സ്റ്റൈലാണ് ഫ്ലോറൻസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫ്ലോറൻസ് എന്ന റൈറ്റേഴ്സിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന കൺസെപ്റ്റ്. ഗാഡി സ്റ്റൈലിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാലൻസ് ഓഫ് ഐഡിയാസ്, ഇൻ ദിസ് കൈൻഡ് ഓഫ് സ്റ്റൈൽ ദർ ആർ വേർഡ്സ് ആൻഡ് മോർ വേർഡ്സ്. ഗാഡി സ്റ്റൈൽ എന്ന് പറയുന്നത് അതാണ്, ഫുൾ ഓഫ് വേർഡുകൾ കൊണ്ടുള്ള ഒരു കളിയാണ്, വാക്കുകൾ കൊണ്ടുള്ള കളിയാണ്. വാക്കുകൾ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നമുക്കത് ആ വിഷയം ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും, ഗ്രീറ്റിംഗ് കാർഡിന്റെ ഉള്ളിലൊക്കെ സെന്റൻസുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് ഒന്ന് റീച്ച് ആയിട്ട് എത്തണമെങ്കിൽ ഒന്നുകൂടെ തിരിച്ചു മറിച്ച്, ഇപ്പൊ വാട്സപ്പിൽ വരുന്ന ഇഷ്ടം പോലുള്ള മെസ്സേജുകൾ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ മീനിങ്ങിലേക്ക് ഒന്ന് എടുത്തു വരുമ്പോൾ എല്ലാം നമ്മളെ കുറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നും. അതുപോലെ മീനിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി നോക്കാതെ വേർഡ്സ് ഗാഡി സ്റ്റൈൽ എന്ന് പറയുന്നത് അതാണ്, മൊത്തം വേർഡ്സ് കൊണ്ടുള്ള ഒരു കളി. ആൻഡ് വാട്ട് ഇസ് ലാക്കിംഗ് ഇൻ ദിസ് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഇസ് മാറ്റർ ആൻഡ് കണ്ടന്റ്. മാറ്ററും ഇല്ല, കണ്ടന്റും ഇല്ല, വിഷയമൊന്നുമില്ല, തീം ഒന്നുമില്ല, കാര്യമായ തീം ഒന്നുമില്ല, വേർഡുകൾ ഇങ്ങനെ ഇട്ടിട്ട് കളിക്കാം. അതാണ് ഗാഡി സ്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് സ്റ്റൈൽ വിച്ച് ഇസ് ഗാഡി ഓർ ഫ്ലോറിഡ് ഇസ് ഓപ്പോസിറ്റ് ഓഫ് ഫെമിലിയർ സ്റ്റൈൽ. ഗാഡി സ്റ്റൈലിന്റെ മറ്റൊരു പേരാണ് ഫ്ലോറിഡ് സ്റ്റൈൽ എന്നത്. അപ്പോ ഓപ്പോസിറ്റ് ഓഫ് ഫെമിലിയർ സ്റ്റൈൽ. ഫെമിലിയർ സ്റ്റൈൽ അപ്പൊ എന്താ? ഓപ്പോസിറ്റ് ടു ഫെമിലിയർ സ്റ്റൈൽ ആണെങ്കിൽ ഫെമിലിയർ സ്റ്റൈൽ എന്താ? ക്ലാരിറ്റി, ക്ലിയർ എക്സ്പ്രഷൻ, ക്ലാരിറ്റി, ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ്, ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്രഷൻ, അതിനെയാണ് നമ്മൾ ഫെമിലിയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു. ഗാഡി സ്റ്റൈൽ അല്ലെങ്കിൽ ഈ ഫ്ലോറിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് മാറ്ററും കണ്ടന്റും ഒന്നും ഇമ്പോർട്ടന്റ്, അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. മാറ്ററിനും കണ്ടന്റിനും ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഓൺലി ഇമ്പോർട്ടൻസ് ഫോർ വേർഡ്സ്. വേർഡ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഫ്രേസോളജി സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വേർഡ്സിന്റെ ആ ഒരു ഭംഗി കൊണ്ട് ആസ്വദിക്കുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈൽ, അതിനെയാണ് ഗാഡി സ്റ്റൈൽ അല്ലെങ്കിൽ ഫ്ലോറിഡ് സ്റ്റൈൽ പറയുന്നത്. സോ അതിൽ ഡെഡ് ഓപ്പോസിറ്റ് ആണെന്ന് അർത്ഥം. എന്താണ് ഡിസ്കഷൻ? എഴുതാൻ തുടങ്ങിയോ? എഴുത്തുകാരായോ? One more question, essay question. What is the difference between familiar പറഞ്ഞു? What according to Hazlitt are the features of good style? അത് ഫുൾ എഴുതണം. കമ്പാരിസൺ വിത്ത് ഫ്ലോറിഡ് സ്റ്റൈലും കൂടെ ചേർത്ത് വേണം കൺക്ലൂഷൻ എഴുതാൻ. ഹാസ്ലിറ്റിന്റെ ഒപ്പീനിയനിൽ ഫെമിലിയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണെന്നുള്ള ലെസൺ ഇപ്പൊ ഇതുവരെ പറഞ്ഞ എല്ലാ പോയിന്റ്സും എഴുതണം. ക്ലാരിറ്റി, എക്സ്പ്രഷൻസ്, സ്ലാങ്, ഫ്രേസ്, ഇതെല്ലാം എഴുതണം.
ക്രിറ്റിസിസം, ലാമ്പിന്റെ ക്രിറ്റിസിസം ഒക്കെ എഴുതണം. അതെല്ലാം കഴിഞ്ഞിട്ട് കൺക്ലൂഷനിൽ ഫ്ലോറിഡ് സ്റ്റൈൽ എന്താണ് ഓപ്പോസിറ്റ് ഫെമിലിയർ സ്റ്റൈൽ. അപ്പൊ അതൊന്നും കൂടെ ക്ലാരിറ്റി വരും. ഫെമിലിയർ സ്റ്റൈൽ എന്താണെന്ന് ഒന്നും കൂടെ ക്ലാരിറ്റി ഇത്ര എഴുതി കൺക്ലൂഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഒലിവർ ഗോൾഡ്സ്മിത്ത്, ചാപ്റ്റർ 18. വേറെ ഏതൊരു ലെസന്റെ ഇൻട്രൊഡക്ഷനിൽ ഒലിവർ ഗോൾഡ്സ്മിത്ത് ഉണ്ടായിരുന്നോ? മാക്ലെ ആണ് ഇതിന്റെ ഓഥർ. British poet, historian, Whig politician, one of the 2 members of Parliament for Edinburgh. He wrote extensively as an essayist and reviewer and the British history. ഇതിലൊക്കെ റൈറ്റിംഗ് അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. എസ്സേയിസ്റ്റ് ആണ്, റിവ്യൂവർ ആണ്, ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. സൺ ആൻഡ് എൽഡസ്റ്റ് ചൈൽഡ് ഓഫ് സാക്രേ മാക്ലെ. അച്ഛന്റെ പേരാണ് സാക്രേ മാക്ലെ, സ്കോട്ടിഷ് ഹൈലാൻഡ്. ദെൻ പിന്നെ പറയുന്നത് മാക്ലെ വാസ് നോട്ടഡ് ആസ് എ ചൈൽഡ് ഓഫ് prodigy. ആസ് എ toddler gasping out of the window from his coat chimney is a local factory. Important ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? He wrote much poetry and won several prizes. ഒരുപാട് പോയട്രീസ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് പ്രൈസസ് വാങ്ങിയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ചാൻസലേഴ്സ് ഗോൾഡ് മെഡൽ. ചാൻസലറുടെ ഗോൾഡ് മെഡൽ വാങ്ങിച്ചിട്ടുണ്ട് 1821. ആൻഡ് പബ്ലിഷ്ഡ് എ പ്രോമിനന്റ് എസ്സേ ഓൺ മിൽട്ടൺ. എഴുതിയിരിക്കുന്നത് മിൽട്ടൺ, ഓൺ മിൽട്ടണിൽ ഒരു പ്രോമിനന്റ് എസ്സേ എഴുതി, എഡിൻബർഗ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു എസ്സേ എഴുതിയിട്ടുണ്ട്. ഷോഡ് ഇൻട്രസ്റ്റ് ഇൻ ദ പൊളിറ്റിക്കൽ ദാൻ ലീഗൽ കരിയർ. ലീഗൽ കരിയറിനെക്കാളും പൊളിറ്റിക്കൽ കരിയറിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. നെവർ മാരീഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ. തോമസ് മാക്ലെ. മാക്ലെ എഴുതിയ ഗോൾഡ്സ്മിത്ത് എന്ന ടോപ്പിക്കിലുള്ള റൈറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത് contributed to the Encyclopedia of Britannica. The other 5, അതായത് 1 of the 5 biographical articles. ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി പോലെ ബയോഗ്രഫി. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോബയോഗ്രഫി തന്നെ കുറിച്ച് താൻ തന്നെ എഴുതുന്നതിനെയാണ് ഓട്ടോബയോഗ്രഫി എന്ന്. ബയോഗ്രഫി എന്ന് വെച്ചാൽ മറ്റൊരാളെ കുറിച്ച് ഒരാൾ എഴുതുന്നതിനെയാണ് ബയോഗ്രഫി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ മാക്കിലെ 5 ബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ട്. അതിലൊരാളാണ് ഗോൾഡ്സ്മിത്തിനെ കുറിച്ച്, ഗോൾഡ്സ്മിത്ത് എന്ന ഒരു റൈറ്ററിനെ കുറിച്ച് ഒരു ബയോഗ്രഫി എഴുതിയിരിക്കുന്നത്. അതാണ് ഈ ലെസൺ. ആൻഡ് ഇതിൽ വൺ ഓഫ് ദ മോസ്റ്റ് പ്ലീസിംഗ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഓഫ് ദ 18th century, ഒലിവർ ഗോൾഡ്സ്മിത്ത് എന്ന് പറയുന്നത് 18th century വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ഒലിവർ ഗോൾഡ്സ്മിത്ത്. ആൻഡ് വാസ് എ പ്രൊട്ടസ്റ്റന്റ് സാക്സൺ ഫാമിലി വിച്ച് ഹാസ് ബീൻ ലോങ് സെറ്റിൽഡ് ഇൻ അയർലൻഡ്. റൈറ്ററെ കുറിച്ച് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാ എഴുതുക? ഏത് ഫാമിലിയിൽ നിന്ന് വന്നതാണ്, എവിടെയാണ് പഠിച്ചത്, ഏത് സ്കൂളിലാണ് പഠിച്ചത്, ആ ഇൻട്രൊഡക്ഷൻ ഒക്കെ ബയോഗ്രഫിയിൽ. മാക്ലെയുടെ ബയോഗ്രഫി ഓൺ ഗോൾഡ്സ്മിത്ത്. മാക്ലെ ഗോൾഡ്സ്മിത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഗോൾഡ്സ്മിത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ അതൊക്കെ എഴുതണം. എവിടെയാണ് പഠിച്ചത്, എന്താണ് ഫാമിലി, ഗോൾഡ്സ്മിത്ത് എന്ന റൈറ്റർ ആരാണ്, അതിനെ കുറിച്ചൊക്കെ ഇൻട്രൊഡക്ഷനിൽ എഴുതണം. ഫസ്റ്റ് പാരഗ്രാഫിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ചാൾസ് ഗോൾഡ്സ്മിത്തിന്റെ മകനാണ്, അച്ഛന്റെ പേര് അതാണ്. റെയിൻ ഓഫ് ക്വീൻ ആനി ആൻഡ് ഡെക്കോഷ്യൻ സ്കൂൾ ഓഫ് എൽഫിൻ, അവിടെയാണ് പഠിച്ചിരിക്കുന്നത്. ഡെക്കോഷ്യൻ സ്കൂൾ ഓഫ് എൽഫിൻ. ബിക്കം അറ്റാച്ച്ഡ് ടു ഡോട്ടർ ഓഫ് സ്കൂൾ മാസ്റ്റർ, married her to Corders and settled in a place called Pallas in the country of Longford. Pallas എന്ന് പറയുന്ന സ്ഥലത്താണ് സെറ്റിൽ ആയിരിക്കുന്നത്. ഒരു ടീച്ചറെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്, അവിടെയാണ് സെറ്റിൽ ആയത്. And the difficulty supported his wife and children on what he could earn, partly as a person, partly as a farmer. ടീച്ചറായിട്ടും ഫാമറായിട്ടും 2 ഹാഫ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, ഫാമിലിയെ നോക്കിയിരുന്നു. Then born on 1728 പറഞ്ഞിട്ടുണ്ട്. Spot was then all practical purposes. പിന്നെ എന്തൊക്കെയാ? ബിസി സ്പ്ലെൻഡിഡ് ക്യാപിറ്റൽ, ഓസ്ട്രേലിയ. ഈവൻ അറ്റ് ദ ഡേ ഇതിൽ എന്തായിരുന്നു പറഞ്ഞത്? The hamlet lies far from the high road on Dairy Plain, which is important item. While Oliver was still a child, his father was presented a living worth about 200 a year in the country of Westerners. കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ. The family accordingly quit their cottage in the wilderness for spacious house. ചെറിയ വീടിൽ നിന്ന് വലിയ. സെക്കൻഡ് പാരഗ്രാഫിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിലെന്താ പറഞ്ഞത്? ക്യാപിറ്റൽ ഇൻ വിച്ച് ലേറ്റർ ഇയേഴ്സ് വർ പാസ്റ്റ്. എവിടെ നിന്ന് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച്, ഷിഫ്റ്റ് ചെയ്ത സ്ഥലങ്ങളെ കുറിച്ച്, ബർത്ത് പ്ലേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതില് മെയ്ഡ് സെർവന്റിനെ കുറിച്ചും കോട്ടേജ്, അതിന്റെ ഫാമിലി ക്വാർട്ടേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ലിസോയ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറുന്നത്. ദെൻ മെയ്ഡ് സെർവന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. School, village school kept by an old quarter schoolmaster on half pay who professed to teach nothing but reading, writing and arithmetic, and who had an exhaustible fund of stories about ghosts. അപ്പൊ അന്ന് സ്കൂൾ എന്ന കൺസെപ്റ്റിന് പകരം, എഡിൻ സ്കൂളിലൊക്കെയാണ് പഠിച്ചതെങ്കിൽ സ്കൂൾ എന്ന കൺസെപ്റ്റിന് പകരം ഈ കോട്ടേജിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടെ സ്കൂൾ ഫെസിലിറ്റീസ് ഇല്ലാതാകുമ്പോൾ ഒരു സ്കൂൾ മാസ്റ്ററുടെ ഇതില് ഗുരുകുല വിദ്യാഭ്യാസം, ഒരു സ്കൂൾ മാസ്റ്റർ അടുത്ത് പോയിട്ട് പഠിക്കുക. അപ്പൊ ആ സ്കൂൾ മാസ്റ്ററുടെ ക്വാളിറ്റീസ് ഒക്കെയാണ് ഇത് പറഞ്ഞത്. റീഡിങ്, റൈറ്റിംഗ്, അരിത്തമാറ്റിക്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും.
ആൻഡ് സ്റ്റോറീസ് അബൌട്ട് ഗോസ്റ്റ്, ഇതൊക്കെയായിരുന്നു ഫെയറീസിന്റെയും ഗോസ്റ്റിന്റെയും മാൻസിന്റെയും സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരുന്നു. ആ സ്കൂൾ മാസ്റ്റർ പറഞ്ഞു തരുന്നതായിരുന്നു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ റാപ്പർ ഷെഫ്സ്, ബാൽഡെ കോണൽ, ഗാലോപ്പിംഗ് ഹോഗൻ, അബൌട്ട് ദ എക്സ്പ്ലോയ്റ്റ്സ് ഓഫ് പീറ്റർ പൻ. എഴുതിയ ബുക്കുകളുടെ പേരുകളൊക്കെ എന്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു തന്നിരുന്നത്, സ്കൂൾ മാസ്റ്റർ എന്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു തന്നിരുന്നതെന്ന് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സ്റ്റോറീസ് ആണ്, സർപ്രൈസ് ഓഫ് മോൺജു ആൻഡ് ഗ്ലോറിയസ് ഡിസാസ്റ്റർ ഓഫ് റെയിൻബോ, ഇതൊക്കെ ബുക്കുകളാണ്. അതിലുള്ള ബുക്കുകൾ മീൻസ് റൈറ്റിംഗ്സ് ആണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ സ്കൂൾ മാസ്റ്റർ പറഞ്ഞു കൊടുത്തതായി പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രൊട്ടസ്റ്റന്റ് റിലീജിയനിലുള്ള ആളായിരുന്നു. ദെൻ ഇംഗ്ലീഷ് ബോൺ ആണെങ്കിലും ഇംഗ്ലണ്ട് ബോൺ ആണെങ്കിലും അയർലൻഡിനോട് അറ്റാച്ച്, അല്ലെങ്കിൽ കൂടുതൽ സമയം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് സ്ഥലങ്ങള്, ബർത്ത് പ്ലേസും ഇതും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കോട്ടേജും ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ആളായിരുന്നു. അയർലൻഡുമായിട്ട് ഒരു ടച്ച് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. And sharing in opinions and feelings of the caste to which he belonged, that he conceived an aversion of glorious and immortal memory. തന്റെ ഇതിനെ കുറിച്ചും മെമ്മറീസിലൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിൽ തന്റെ മെമ്മറീസിനെ കുറിച്ചും തന്റെ പല സ്ഥലങ്ങളിൽ ജീവിച്ച മെമ്മറീസിലൊക്കെ തന്റെ കാസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. ആൻഡ് എന്താണ് കൺഫ്യൂഷൻ? he went to ഫസ്റ്റ് സ്കൂളിന് ശേഷം he went to several grammar schools എന്ന് പറയുന്നുണ്ട്. അന്ന് കാലത്ത് ഗ്രാമർ സ്കൂൾസ് എന്നുള്ളത് കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ള പാർട്ടായിരുന്നു. ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ഗ്രാമർ എന്നുള്ളത്. ഇപ്പോഴും അത് തന്നെയാണല്ലോ, ക്വസ്റ്റ്യൻ മാർക്കിലാണല്ലോ ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ളത്. അപ്പൊ ഗ്രാമർ സ്കൂൾസ്, ഗ്രാമർ മാത്രം പഠിക്കുക, സ്കൂൾസിൽ ഗ്രാമർ മാത്രം പഠിക്കുക. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഇങ്ങനെ സംസാരിക്കുന്നത്. ഗ്രാമർ മാത്രം ഫുൾ തറവായിട്ട് ഗ്രാമർ സ്കൂൾസിൽ പോയിട്ട് അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. ഗ്രാമർ സ്കൂളുകളിൽ തന്നെ 5-6 വർഷം പഠിക്കുക. അങ്ങനെ ആ ഗ്രാമറിനെ കയ്യിലാക്കിയവരാണ് അവരൊക്കെ. എന്നിട്ടാണ് നമ്മളോട് സിമ്പിൾ ആയിട്ട് 24 മണിക്കൂർ കൊണ്ട് പഠിക്കാന്നൊക്കെ പറയുന്നത്, ഇംഗ്ലീഷ് പഠിക്കാന്നൊക്കെ പറയുന്നത് നമ്മളോട് പറയുന്നു. ഇപ്പൊ ഗ്രാമർ സ്കൂൾസിലായിരുന്നു നമ്മളുടെ ഓതറും ഗോൾഡ് സ്മിത്തും പഠിച്ചിരുന്നത്. ആൻഡ് അക്വയർഡ് സം നോളജ് ആൻഡ് ദ ഏൻഷ്യന്റ് ലാംഗ്വേജസ്. അപ്പൊ ഗ്രാമർ സ്കൂൾസിലൂടെ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗ്രാമർ മാത്രമല്ല അതർ ലാംഗ്വേജസും അവിടെ പഠിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാറുണ്ട്. അവിടെ ആരായിരുന്നു സംസാരിച്ചുകൊണ്ട്? ഒലിവേഴ്സ് appearance was heightened as a peculiar simplicity. appearance എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള appearance കാണാനാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് appearance എന്ന് പറയുന്നുണ്ട്. It became the common buff of boys and masters was pointed at the frightened playground and flogged as adults in school room. എവിടെയാണ്, സ്കൂളിലാണെങ്കിലും പ്ലേ ഗ്രൗണ്ടിലാണെങ്കിലും മാസ്റ്റേഴ്സിന്റെ ഇടയിലാണെങ്കിലും ഒരു നോട്ടഡ് പോയിന്റ്, അല്ലെങ്കിൽ എല്ലാവരോടും സിമ്പിൾ ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് എല്ലാവരോടും അഡ്ജസ്റ്റബിൾ പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് പിന്നെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ട്രിനിറ്റി കോളേജിൽ ഇപ്പൊ സ്കൂൾ ലൈഫും ഒരു സ്കൂൾ മാസ്റ്ററുടെ അടുത്ത് എന്തൊക്കെ സബ്ജക്ട്സ് പഠിച്ചു എന്നുള്ളതും സ്കൂൾ ലൈഫിൽ എന്തൊക്കെ പേരുണ്ടായിരുന്നു എന്നുള്ളതും എല്ലാവരോടും സിമ്പിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതും ക്യാരക്ടർ ഡെവലപ്മെന്റുമാണ് ഈ പാരഗ്രാഫിൽ അടുത്തത്. അടുത്ത നെക്സ്റ്റ് കോളേജ് ലെവലിലുള്ള എന്തൊക്കെയാണ് പോയിന്റ് ആണെന്നാണ് അടുത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. സിസാർ, ഡബ്ലിംഗ് സിസാർ അവിടെയാണ് പഠിച്ചിരുന്നത്. ഡബ്ലിനിൽ സിസാർ paid nothing for food and tuition, very little for lodging, but they had to perform some menial services from which they have long been relieved. അവിടെയും ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ പോലെ തന്നെ ഫുഡ്, ട്യൂഷൻ ആൻഡ് ലോങ് ഫോർ ലോഡ്ജിങ്, താമസ സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ആൻഡ് ഫോർ വിച്ച് ദേ ഹാവ് ലോങ് ബീൻ റിലീവ്. ദേ സ്വെപ്റ്റ് ദ കോർട്ട്, അവർ തന്നെ എല്ലാം ക്ലീൻ ചെയ്തൊക്കെ. ദേ ക്യാരിഡ് അപ്പ് ദ ഡിന്നർ ടു ദ ഫെലോസ് ടേബിൾ, എല്ലാം അവർ തന്നെ ചെയ്യണം. അവിടെ തന്നെ ഫുഡ് സർവീസ് എല്ലാം അവർ തന്നെ ഉണ്ടാക്കണം, അവർ തന്നെ സെർവ് ചെയ്യണം, അവർ തന്നെ കഴിക്കണം. ബാക്കി എല്ലാവരും അവർ തന്നെ എല്ലാം ക്ലീൻ ചെയ്യണം. ലോഡ്ജൊക്കെ അവർ തന്നെ ക്ലീൻ ചെയ്ത്, താമസിക്കുന്ന സ്ഥലമൊക്കെ അവർ തന്നെ ക്ലീൻ ചെയ്യണം. ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് ഒരു കോളേജിലെ ആ ലെവലിൽ ഉണ്ടായിരുന്നത്. ആൻഡ് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ടാവല്ലോ. സഫർഡ് ഓൾ ഹ്യൂമിലേഷൻസ് ത്രൂ ഓൾ അവേ advantages of his situation. All humiliation threw away all the advantage of his situation. സിറ്റുവേഷൻസിൽ ഉണ്ടായിരുന്ന എല്ലാ അഡ്വാൻറ്റേജസിനെയും മറിച്ചുകൊണ്ട് എല്ലാ ഇതിനോടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാം. നിറയെ ചാൻസസ് ഉണ്ടാവും, ഡെവലപ്പ് ആവാനും റൈറ്റ് ചെയ്യാനും ഒക്കെയുള്ള ചാൻസസിനെ ഒക്കെ വിട്ട് കളഞ്ഞുകൊണ്ട് ഈ അഡ്ജസ്റ്റ്മെന്റ്സിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ സിറ്റുവേഷൻസിനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ ഇല്ലാതാക്കാം. ആൻഡ് പിന്നെന്താ, ലീഡിങ് ദി ഡബ്ലിൻ ലൈഫ് ഡിവൈഡഡ് ബിറ്റ്വീൻ സ്കൂൾ ഡിസ്ട്രസ് ആൻഡ് സ്കൂൾ ഡിസിപ്പേഷൻ. ഹിസ് ഫാദർ ഡൈ ലീവിങ് എ മിയർ പിറ്റൻസ്. കോളേജ് ലെവലും കഴിയുമ്പോഴേക്കും ഫാമിലി സ്കാറ്റേർഡ് ആയി, അച്ഛനെ ഇല്ലാതാവുക, ഫാമിലി സ്കാറ്റേർഡ് ആവുക, കുറച്ചൊരു ഡിപ്രഷൻസ് വരിക, കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവുക എന്നുള്ളത്. യൂത്ത് ഒബ്റ്റെയിൻ ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി, ലെഫ്റ്റ് ദ യൂണിവേഴ്സിറ്റി. ബാച്ചിലേഴ്സ് ഡിഗ്രി കിട്ടി, യൂണിവേഴ്സിറ്റി ലീവ് ആവുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. ആൻഡ് പിന്നെ ഉണ്ടായിരുന്നത് വിഡൌട്ട് മദർ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്.
And education seemed to have fitted him to do nothing but to dress himself in a gaudy colors, of which he was a fond of Magpie, to take a hand at cards, to sing Irish airs, to play flute and angle and simmer and tell ghost stories by fine in winter. ഈ എഡ്യൂക്കേഷൻ ഇങ്ങനെ ബാച്ചിലേഴ്സ് എഡ്യൂക്കേഷൻ ഫ്രം ദ യൂണിവേഴ്സിറ്റി കിട്ടിയത് കൊണ്ട് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയും, എഡ്യൂക്കേഷൻ കയ്യിലുണ്ട്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജോലി ഇല്ല, പക്ഷെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നൊരു എഡ്യൂക്കേഷൻ ലെവലിൽ അങ്ങനെ ഡെവലപ്പ് ആയതുകൊണ്ട് ഞാൻ എങ്ങനെ ഈ ജോലി ചെയ്യാന്നൊരു കൺസെപ്റ്റ് ആ ഒരു ലെവലിലേക്ക് വരും ചെയ്യും. അപ്പോൾ ടൈം പാസ് പോയി. പിന്നെയുള്ള സമയം വളരെ പ്രശ്നങ്ങളാണ് വീട്ടിനകത്ത്. വിഡൌട്ട് മദർ ആണ് കൂടെ ഉള്ളത് എന്ന് പറഞ്ഞു. ഫാമിലി പ്രോബ്ലംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പക്ഷെ ഹി വാസ് നോട്ട് ഏബിൾ ടു ഇൻവോൾവ് ഇൻ എനിത്തിങ്. അതിലൊക്കെ ഇൻവോൾവ് ആയിട്ട് ഹി ഈസ് നോട്ട് ഏബിൾ ടു കെയർ. ഇതിനൊന്നും കെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിംപ്ലിസിറ്റി, ലൈഫിൽ ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. എഡ്യൂക്കേഷൻ എന്നൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഒന്ന് കയ്യിലുള്ളത് കൊണ്ട് not able to do anything. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഇതിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഒരു 6 പ്രൊഫഷൻസ് ആണ് പിന്നീട് ചേഞ്ച്. ഹി ട്രൈഡ് 5 or 6 പ്രൊഫഷൻസ് ഇൻ ടേൺ വിതൗട്ട് സക്സസ്. ഒന്നും സക്സസ് ആവുന്നില്ല, മാറി മാറി. ഇതൊന്നും എന്റെ ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക് സൂട്ടബിൾ ആവുന്നതല്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നിട്ട് മാറി മാറി പ്രൊഫഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് പിന്നീട് ഫൈനലി ഇതുപോലെ താൻ എവിടേക്കാണോ പോയി പഠിച്ചു വന്നത് അതുപോലെ താൻ മറ്റുള്ളവർക്ക് ട്യൂഷൻസ് കൊടുക്കുന്ന പോലെ സിറ്റുവേഷൻസും ഫൈനലി വന്നു. അതും സ്യൂട്ടബിൾ ആവാതെ അവിടുന്ന് പാലസൊന്നും ക്വിറ്റ് ചെയ്തു പോവാണ് ചെയ്തത്. ദെൻ ഇമിഗ്രേറ്റ് അമേരിക്കയിലേക്കും ചേഞ്ച് ചെയ്യുക. അയർലൻഡും ഇംഗ്ലണ്ടും ഒക്കെ വിട്ടിട്ട് അമേരിക്കയിലേക്ക് പോകുന്ന ഒരു കൺസെപ്റ്റിലേക്ക്. അവിടെയും അതുപോലെ മദർ നെയിം ഷിഫ്റ്റ് ചെയ്യും. ഇവിടുന്ന് അയർലൻഡിൽ നിന്ന് മദർ നെയിം കൊണ്ട് വിഡൌട്ട് മദർ ആണ് കൂടെ ഉള്ളതെന്ന് പറഞ്ഞപ്പോ അവരെയും കൊണ്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടെയും അതുപോലെ ഒരു ഹോഴ്സിന്റെ ഗ്രൗണ്ടിലൊക്കെ കയറി ഇതില് വർക്ക് ചെയ്യും. അങ്ങനെ ഹോഴ്സ് ഫാമിലല്ല, ഈ കോമ്പറ്റീഷനിൽ വേണ്ടി ഓടുന്ന ഹോഴ്സ് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, കുതിര പന്തി എന്താ പറയുന്നത്, അതിലൊക്കെ കൊടുത്ത് അതിൽ വാങ്ങിക്കുക. അതിലിങ്ങനെ ഡോളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റും, ഹോഴ്സിനെ വാങ്ങിക്കാൻ പറ്റും. അതിൽ ഈ കോമ്പറ്റീഷനിൽ വിടുന്ന ഹോഴ്സസിൽ 1-2 എന്റെ ആണെന്നുള്ള കൺസെപ്റ്റ് അങ്ങനെ വാങ്ങിക്കാൻ പറ്റും. അതിലൊക്കെ അപ്പൊ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇങ്ങനെ കുറെ ഇതിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അവിടെയും ഈ ജോബ് എന്നുള്ളത് അവിടെയും ക്വസ്റ്റ്യൻ മാർക്കിൽ തന്നെയായിരുന്നു. നേരത്തെ 6 പ്രൊഫഷൻസ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇവിടെ അമേരിക്കയിലേക്ക് വന്നപ്പോഴും ഇതേപോലെ പ്രൊഫഷനിൽ ഒരു ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷനിലേക്ക് സ്റ്റിൽ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ആദ്യമേ ചൈൽഡ് ലൈഫിൽ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് ചൈൽഡ് ലൈഫിൽ തന്നെ പറയുന്നുണ്ട്. ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ ഒന്നും ഒരു കറക്റ്റ് അല്ലാത്ത ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ അടുത്ത് മാത്രം എഡ്യൂക്കേഷൻ കിട്ടുന്ന പോലെ അല്ലാത്ത ഒരു കൺസെപ്റ്റ് ആദ്യമേ തന്നെ പറയുന്നുണ്ട്. ഗ്രോൺ അപ്പ് ആയപ്പോഴും ആഫ്റ്റർ കോളേജിലും ഇത് തന്നെയായിരുന്നു സിറ്റുവേഷൻ കണ്ടിന്യൂസ്. ജോബിലും സിറ്റുവേഷൻ കണ്ടിന്യൂസ്. ഒരേ സ്ഥലത്ത് തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാതെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കാം. എഡിൻബർഗിലേക്ക്, അവിടുന്ന് വീണ്ടും 18 months കഴിഞ്ഞ് വീണ്ടും അതിലേക്ക് ലെക്ചർ പോസ്റ്റിലേക്ക്, കെമിസ്ട്രി, നാച്ചുറൽ ഹിസ്റ്ററി സബ്ജക്ട്സ് ചേഞ്ച് ചെയ്യാം, പ്ലേസ് ചേഞ്ച് ചെയ്യുക. ഇങ്ങനെ കൺസെപ്റ്റുകളെ ടോട്ടലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റ്. ദെൻ ഹി വെന്റ് ടു ലേണിംഗ് സ്റ്റിൽ പ്രിറ്റൻഡിങ് സ്റ്റഡി ഫിസിക്സ്. കെമിസ്ട്രിയും ഹിസ്റ്ററി ഒക്കെ പോയിട്ട് ഫിസിക്സിലേക്ക്. And the third university he had raised is the 27th year without a degree, with the merest smattering of medical knowledge and with no property but his clothes and his flute. His flute, however, proved a useful friend. Flute മാത്രമാണ് എപ്പോഴും ഫ്ലൂട്ട് വായിക്കും. ഫ്ലൂട്ട് മാത്രമാണ് ഫ്രണ്ട് ആയിട്ട്. ഇനി തേർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇനി ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാതെ അതിൽ പുതിയതായിട്ട് മെഡിക്കൽ ഫീൽഡിലേക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ട് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ അതും പകുതിയായിട്ട് തിരിച്ച് അവിടെ നിന്നും വരും. ആൻഡ് taste of Italians, but the country leaved arms which he obtained at the gates of convents. പിന്നെ പറയുന്നു, Shadwell we observed that the stories which he told about this part of his life ought to be received with great caution. ആ ഒരു സെന്റൻസ് നോക്കോളൂ. which I told about this part of his life with great caution, for strict veracity was never one of his virtues, and man who is ordinarily inaccurate in narration is likely to be more than ordinarily inaccurate when he talks about his own travels. ഇങ്ങനെ ട്രാവലിംഗിലും യൂണിവേഴ്സിറ്റിയിലും എഡ്യൂക്കേഷനിലും ചൈൽഡ്ഹുഡിലും ഒക്കെ ഇങ്ങനെ ചേഞ്ചിങ് ഒരു ട്രെൻഡ് കാണാൻ പറ്റും നമുക്ക്. ഫുൾ ത്രൂ ഔട്ട് ദ ലൈഫ് പഠിച്ചു കഴിഞ്ഞാൽ, പോൾ സ്മിത്ത് എന്നൊരു ഓഥറിനെ കുറിച്ച് എസ്സേ എഴുതുന്നതിന്റെ റീസൺ തന്നെ ഇതാണ്. ഇങ്ങനെ ത്രൂ ഔട്ട് ചേഞ്ചസ്, ഇങ്ങനെ ചൈൽഡ്ഹുഡ് തുടങ്ങി ക്വാർട്ടേഴ്സിൽ നിന്ന് ചേഞ്ച് ചെയ്യുക, വേറൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്യുക, ഫാമിലി അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എഡ്യൂക്കേഷനിൽ ചേഞ്ചസ് വന്നു. കോളേജസിൽ ഇതുപോലെ പല ഡിഗ്രീസ്, ഒരു സബ്ജക്ട് കോൺസെൻട്രേറ്റഡ് അല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇങ്ങനെ ഹിസ്റ്ററി കണക്റ്റഡ് അല്ലാത്ത ടോപ്പിക്സിലേക്ക് ചേഞ്ച് ചെയ്ത് വരുന്ന ഒരാൾക്ക് ഹൗ ക്യാൻ ഹി റൈറ്റ് ഒരു ടോപ്പിക് അല്ലെങ്കിൽ എസ്സേ
ഒരു എസ്സേ എഴുതുമ്പോൾ ഒരു എക്സിസ്റ്റിംഗ് പവർ ഉണ്ടാവോ എന്നുള്ളതാണ് നമ്മളുടെ ഓതറുടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ആണോ നിങ്ങൾക്ക് തോന്നുന്നു? വാട്ട് യു സേ അബൌട്ട് ഇറ്റ്? മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ ബിറ്റ്വീൻ വോൾട്ടർ ആൻഡ് ഫ്രോണ്ടലി. മറ്റ് റൈറ്റേഴ്സിന്റെ കോൺവെർസേഷനെ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതാറുണ്ട്. The conversation took place in Paris. Voltaire never was within 100 leagues of Paris during the whole time his Goldsmith passed to the continent. ഇവിടെ മറ്റ് കണ്ടംപററി റൈറ്റേഴ്സ് ഉണ്ട്. കണ്ടംപററീസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മറ്റ് റൈറ്റേഴ്സ്, ഗോൾഡ്സ്മിത്തിനെ പോലെയുള്ള മറ്റ് റൈറ്റേഴ്സ്, അവരുടെയൊക്കെ റൈറ്റിംഗ്സ് ഒക്കെ എടുത്തു നോക്കിയാൽ അവർക്കൊരു പർട്ടിക്കുലർ തീം ഉണ്ട്, അല്ലെങ്കിൽ പർട്ടിക്കുലർ തിയറി ഉണ്ട്, പർട്ടിക്കുലർ കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിലായിരിക്കും എഴുതുന്നത്. ഇങ്ങനെ ട്രാവലിംഗിൽ തന്നെ ഒരു ക്ലിയർ കൺസെപ്റ്റ് തരാൻ പറ്റാത്ത തന്റെ ബയോഗ്രഫിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റൊരാളോട് പറഞ്ഞിട്ടാണല്ലോ ബയോഗ്രഫി വേറെ ആളെ കുറിച്ച് എഴുതുന്നത്. എന്നോട് പറയുമ്പോഴാണ് ഞാൻ ഇയാളെ കുറിച്ച് ബയോഗ്രഫി എഴുതുന്നത്. അപ്പോൾ ഒരാൾക്ക് പറയുമ്പോൾ ഒരു തന്റെ ട്രാവലിങ്ങിനെ കുറിച്ച് തന്നെ ഒരു കറക്റ്റ് ഒരു വേ കിട്ടുന്നില്ല. ഇന്ന സ്ഥലം കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് അത് കഴിഞ്ഞ് ഞാൻ ഇന്ന പിന്നെയും തിരിച്ച് അവിടേക്ക് തന്നെ പോയി, അവിടെ കോളേജ് ചെയ്തു, ഞാൻ അവിടുന്ന് വേറെ കോഴ്സ് ഇവിടേക്ക് വന്നു. അവിടെ അങ്ങനെ നിങ്ങളുടെ ഉണ്ടാവില്ല ഇടയിലോ ഏതൊക്കെ കോഴ്സ് എന്തൊക്കെ പഠിക്കണമെന്ന് അവസാനിപ്പിക്കാൻ പറ്റാതെ പല കോഴ്സുകളിലും പോയി ചെന്ന് നിൽക്കുന്ന ഒരു ഹിസ്റ്ററി. അപ്പൊ ഇങ്ങനെ ഒരു റൈറ്റർക്ക് എങ്ങനെയാണ് ഒരു എക്സിസ്റ്റിംഗ് റൈറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇവിടെ, പോയിന്റ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ ഈ സ്കൂൾസിലും കോളേജസിലും ഒക്കെ പഠിച്ചു എന്ന് പറയുമ്പോഴും അവിടെ ഒരു മിയർ കമ്പാനിയൻ ഒന്നും ഉണ്ടാവില്ല, ഒരു ക്ലിയർ കമ്പാനിയൻസ് ഒന്നും ഉണ്ടാവില്ല, ഒരു റൈറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ ഇതേ തന്നെ ഈക്വലൻ സപ്പോർട്ടീവ് ഉള്ള ഒരു കമ്പാനിയൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയാണ് റൈറ്റിംഗ് സ്റ്റൈലി ഫേമസ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റൈറ്റിംഗ് കപ്പാസിറ്റി എമേർജ് ചെയ്തെടുക്കുന്നത് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് പറയുന്നത് he was not interested to talk. ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്രിറ്റിസിസം പറയുന്നത് he was not interested to talk. സംസാരിക്കില്ല, കൂടുതൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. സോ he was incompetent to perform the duties of the അതായത് അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നാല്, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ വർക്ക് എന്താണോ ചെയ്യുന്നത്, വാട്ട് എവർ ഹീസ് ഡൂയിങ് ഓഫീസ് വർക്ക് പാലസിലെ ഡ്യൂട്ടിയാണ് ചെയ്തിരുന്നത്, അവിടെയാണെങ്കിലും he was not able to perform it completely. അതിന് ഒരു കറക്റ്റ് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുമായിരുന്നില്ല, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. റൈറ്റിംഗിൽ ഇത് തന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ മറ്റു പല ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് അതിന്റെയൊക്കെ ഒരു തോട്ട് വരുമ്പോഴാണ് യു ക്യാൻ റൈറ്റ് ഫ്ലുവന്റ്ലി എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു റൈറ്റർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ കപ്പാസിറ്റീസ് ഉണ്ടാവുന്നത്? ഉള്ളതെല്ലാം ക്രിട്ടിസൈസ് ചെയ്യുന്നതെല്ലാം ക്വാളിറ്റീസ് എല്ലാം ഇങ്ങനെയാണ്. ചേഞ്ച് ചെയ്യുന്ന ഒരു ട്രാവലിംഗ് കപ്പാസിറ്റി, ചേഞ്ച് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അറ്റ്മോസ്ഫിയർ, ലിവിങ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ചേഞ്ചിങ് അറ്റ്മോസ്ഫിയർ. He was not ഒരു കമ്പാനിയൻ ഇല്ല, ഒരു ക്ലിയർ കമ്പാനിയൻ ഇല്ല എന്നുള്ളത്. he was not interested to talk. സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പൊ ഒരു റൈറ്റർക്ക് എവിടുന്നാണ് ഒരു റൈറ്റിംഗ് നോളജ് ഉണ്ടാകുന്നത്, ഡെവലപ്പ് ആവുന്നത്, അപ്ഡേറ്റ് ആവുന്നത് ഒരു ക്രിറ്റിസിസം പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ ഇങ്ങനെയൊക്കെ റൈറ്റിംഗ് കപ്പാസിറ്റിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിലും he used to write in not only books അല്ലെങ്കിൽ essays മാത്രമല്ല, മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് ഇതെല്ലാം എഴുതുമായിരുന്നു. ഇങ്ങനെ വെറും ബുക്സ് മാത്രമല്ലാതെ, വെറും റൈറ്റിംഗ്സ് എസ്സേസ് മാത്രമല്ലാതെ കുട്ടികളുടെ ബുക്സ്, കുട്ടികളുടെ ക്വിസ്, അങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ ഇതൊക്കെ എഴുതുമായിരുന്നു. ആൻഡ് പിന്നെ ഹിസ്റ്ററിയിൽ പറഞ്ഞിരിക്കുന്നത് series of letters reporting addresses by nobleman to his son, some very lively amusing sketches of London society in a series of letters reporting the address. അതായത് series of letters, സംസാരിക്കുന്നതാണ് ഇഷ്ടമല്ലാത്തത്. he used to write. കമ്പാനിയൻസ് അടുത്താണ് ഇല്ലാത്തത്, ദൂരെയുള്ള കമ്പാനിയൻസിന് he used to write. അപ്പൊ അവിടുത്തെ സിറ്റുവേഷൻ, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്, അവിടുത്തെ കണ്ടംപററി സിറ്റുവേഷൻ, സ്റ്റാറ്റസ് എന്താണ്, അറ്റ് പ്രസന്റ് ഉള്ള സൊസൈറ്റിയുടെ സ്റ്റാറ്റസിനെ കുറിച്ചൊക്കെ അതില് ഇഷ്ടംപോലെ കണ്ടിന്യൂസ് ആയിട്ട് ലെറ്റേഴ്സിൽ എഴുതുമായിരുന്നു. റൈറ്റിംഗ് കപ്പാസിറ്റി ആണ് കൂടുതലുള്ളത്. ആൻഡ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അനോണിമസ് ആയിട്ടായിരിക്കും. അപ്പൊ ആ റൈറ്റർ ഫേമസ് ആവില്ല. അനോണിമസ് റൈറ്റേഴ്സിനെ കണ്ടിട്ടില്ലേ? എഴുതുമ്പോ എന്തായാലും എഴുതാം, എന്താ അനോണിമസിന് എന്താ എഴുതാറ്, പേര് വയ്ക്കാതെ എഴുതുന്നവര്, തൂലിക, എന്റെ തൂലിക അങ്ങനെയൊക്കെ പറയും. അനോണിമസ് ആയിട്ട് വെക്കുന്നവര്, പേര് വെക്കാതെ, പേര് ഉണ്ടാവില്ല, സ്വയം പേര് വരില്ല, വേറെ പേര് വെക്കുന്നവരും ഉണ്ട്, പേരേ ഇല്ലാത്തവരുണ്ട്. സ്വന്തം ലേഖകൻ, പേരേ ഉണ്ടാവില്ല, ആരാ എഴുതിയതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു റൈറ്റർ ഫേമസ് ആവില്ല.
ഇങ്ങനെ ചേഞ്ചിങ് മെന്റാലിറ്റി ഉള്ള ഒരാള് പ്ലസ് ഇതിങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഹി യൂസ് ടു റൈറ്റ്. ഒരുപാട് എഴുതുന്ന ആളാണ്, വലിയ റൈറ്റർ ആണ്. പക്ഷെ റൈറ്റർ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കില്ല. അതിന്റെ റീസൺ ഇതാണ്, അനോണിമസ് ആയിട്ട് എഴുതാറുണ്ടായിരുന്നു. ദെൻ എഡ്യൂക്കേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഹി വാസ് ഏബിൾ ടു റൈറ്റ്. ആ ഫസ്റ്റ് ഹാഫ് ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞില്ലേ, കോളേജ് വരെയുള്ള ഒരു ഹാഫ്, മിഡിൽ ഹാഫിൽ നിന്ന് കോളേജ് ലൈഫ് വരെയുള്ള ഒരു ഹാഫിലേക്കുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രമാണ് ബെസ്റ്റ് സപ്പോർട്ട്. ഒരു ഫ്രണ്ട്സോ കമ്പാനിയൻസോ അല്ലെങ്കിൽ തന്റെ കണ്ടംപററിയൻസോ ഒന്നും ആയിരുന്നില്ല എഴുത്തിന് റൈറ്റിങ്ങിനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലെ എഡ്യൂക്കേഷൻ മാത്രമായിരുന്നു. പക്ഷെ ആ എഡ്യൂക്കേഷൻ തന്നെ തന്റെ ലൈഫിൽ ഒരു ജോബിലും ഒന്നിലും സക്സസ് ആവാതെ നിലനിന്നിരുന്നതും ആ എഡ്യൂക്കേഷൻ തന്നെയായിരുന്നു. പക്ഷെ അത് ആ എഡ്യൂക്കേഷൻ ആകെ സപ്പോർട്ട് ചെയ്തിരുന്നത് റൈറ്റിങ്ങിന് മാത്രമായിരുന്നു. നന്നായിട്ട് എഴുതാനുള്ള ഒരു കഴിവ് മാത്രമായിരുന്നു അതിൽ നിന്ന് കിട്ടിയിരുന്നത്. ആൻഡ് എനിവേ ബുക്സിലും ന്യൂസ് പേപ്പേഴ്സിലും മാഗസിൻസിലും ഒക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആയിരിക്കും. എഴുതുന്നത് അമേസിംഗ് ആയിട്ട് എഴുതുന്നത് കൊണ്ടാണ് അതിലൊക്കെ എഴുതാൻ പറ്റുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഡിസ്ക്രിപ്ഷൻ സിംഗിൾ ഓഫ് എംബിയൽ സാഡ്നസ് ഒരു പോയിന്റ് ആയിട്ട് പലപ്പോഴും എഴുതാറുണ്ട്. About everything that he wrote, serious or sportive, there was a certain natural grace and decorum, hardly to be expected from a man, a great part of whose life had been passed among thieves and beggars. അപ്പൊ സാഡ്നസ് ഇടയ്ക്ക് മിങ്കിൾ ചെയ്ത് എഴുതാറുണ്ടെന്ന് പറഞ്ഞാൽ എഴുത്തുകളിലൊക്കെ ഒരു സാഡ്നസ് ഫീൽ ചെയ്യുന്ന പോലെ എഴുതാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില എഴുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. thieves and beggars, street walkers, merry andrews. അപ്പൊ ഒരു എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലെവലിൽ ജീവിച്ച ഒരാളുടെ കയ്യിൽ നിന്ന് എഴുതുന്നതിൽ സ്ട്രീറ്റ് ബെഗേഴ്സും തീവ്സ് കള്ളന്മാരും ബെഗേഴ്സും ഇവരെ കുറിച്ചൊക്കെയുള്ള കൺസെപ്റ്റുകൾ, അതായത് ഒരു ലോക്കൽ കൺസെപ്റ്റുകളൊക്കെ അതിനെ കുറിച്ച്, അപ്പൊ അതൊക്കെ ഇത്രയും സ്റ്റഡി ചെയ്ത് എങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളത്. ഇത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റെഗുലർ ക്ലാസ് അല്ല, ഓർമ്മ വേണം, ഞാൻ കൂടുതലാണ് പറയുന്നത്, 4 ലെസൺ എടുക്കുന്നില്ല. സോ ഹി വാസ് അപ്രീഷിയേറ്റഡ് എനിവേ. അതായത് ഒരു ഫസ്റ്റ് ഹാഫില് ഹി വാസ് വാട്ട് ഹീസ്, ഗോൾഡ്സ്മിത്ത് എന്നുള്ള റൈറ്റർ ആരാണെന്നുള്ള ഫസ്റ്റ് ഹാഫിലും, സെക്കൻഡ് ഹാഫില് ആസ് എ റൈറ്റർ ഗോൾഡ്സ്മിത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ്, റൈറ്റിംഗ് കപ്പാസിറ്റി എന്താണെന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിൽ പറയുന്നത്. എനിവേ ഇങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും അമേസിംഗ് റൈറ്റർ ആണെന്ന് പറയുന്നുണ്ട്, റൈറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്, പലരും എൻജോയ് ചെയ്തു എന്ന് പറയുന്നത്. മറ്റു റൈറ്റേഴ്സ്, ജോൺസൺ പോലുള്ള മറ്റു റൈറ്റേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്ത റൈറ്റർ കൂടിയാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് കണ്ടംപററിയൻസ് അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള സ്റ്റാറ്റസ്, സൊസൈറ്റിയുടെ സ്റ്റാറ്റസിനെ എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് പലർക്കും അപ്പോഴുള്ള സ്റ്റാറ്റസിനെ എക്സ്പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള റൈറ്റിംഗ്സ് ആയതുകൊണ്ട് അക്സെപ്റ്റഡ് ആയിരുന്നു എന്ന് പറയുന്നത്. And conclusion പറയുന്നത് died in 1773. Line seems to have been most fitly closed the series. So Goldsmith however has been fortunate in his biographers. ഗോൾഡ്സ്മിത്തിന്റെ ബയോഗ്രഫി എഴുതിയവർക്ക് ഒരു ഹൈലി അപ്രീഷിയേറ്റബിൾ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബയോഗ്രഫി ആയിരുന്നു കുറിച്ച് എഴുതാനുള്ളത്, ഈ റൈറ്ററെ കുറിച്ച് എഴുതാനുള്ളതാണ്. ഈച്ച് ആൻഡ് എവറി ലൈൻ പഠിച്ച് ബൈഹാർട്ട് ഒന്നും പഠിച്ച് എഴുതരുത്. ഇതിൽ ക്വസ്റ്റ്യൻസ് കൊടുത്ത് നറേറ്റ് അബൌട്ട് ഗോൾഡ്സ്മിത്ത് വാണ്ടറിംഗ് ടിൽ ഹി സെറ്റിൽ ഡൗൺ ആസ് എ റൈറ്റർ. റൈറ്റർ ആവുന്നത് വരെ വാണ്ടറിംഗ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഗോൾഡ്സ്മിത്ത് വാണ്ടറിംഗ് ടിൽ ഹി സെറ്റിൽ ഡൗൺ ആസ് എ റൈറ്റർ. വാണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു റൈറ്റർ എന്നുള്ള കപ്പാസിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ ഗോൾഡ്സ്മിത്തിന്റെ വാണ്ടറിംഗ് എന്തൊക്കെയായിരുന്നു, എവിടേക്കാണ് ചുറ്റിക്കറങ്ങിയത് എന്നർത്ഥം. സ്കൂൾ ലൈഫിലായാലും കോളേജ് ലൈഫിലായാലും അതിനുശേഷമുള്ള റൈറ്റിംഗ് സ്റ്റൈൽ തുടങ്ങിയതിന് ശേഷം ചേഞ്ച് ചെയ്തതും സ്ഥലങ്ങൾ ചേഞ്ച് ചെയ്തതൊക്കെ എന്തൊക്കെയായിരുന്നു. അപ്പൊ ലെസൺ ഫുൾ എഴുതാം. ആൻഡ് എസ്റ്റിമേറ്റ് ഓഫ് ഗോൾഡ്സ്മിത്ത് ആസ് എ ഡ്രാമാറ്റിസ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സെന്റിമെന്റൽ പ്ലേസ് ദാറ്റ് വർ റിട്ടൺ ഇൻ ഹിസ് ടൈം. സെന്റിമെന്റൽ പ്ലേസിനെ കുറിച്ച് ഇവിടെ 2 ലൈനിൽ പറയുന്നത്. പ്ലേസ് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ റൈറ്റിംഗ് എസ്സേസ് അതൊക്കെയാണ് എഴുതിയതായി കൂടുതൽ പറയുന്നത്. ഡ്രാമാസ് എഴുതിയത് വളരെ ഫ്യൂ പീരീഡിലാണ്, കുറച്ച് എഴുതിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. റീകൺസ്ട്രക്ട് ആഫ്റ്റർ മാക്ലെ പോർട്രേറ്റ് ഓഫ് ഗോൾഡ്സ്മിത്ത്. മാക്ലെന്റെ വേർഡ്സിൽ ഗോൾഡ്സ്മിത്ത് ആരായിരുന്നു, അതേ ആൻസർ തന്നെയല്ലേ, അതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ, സെയിം ക്വസ്റ്റ്യൻ. സോ ദ നെക്സ്റ്റ് ലെസൺ ഈസ് വാക്കിംഗ് ടൂർസ്. ബാൽഫർ സ്റ്റീവൻസൺ, റോബർട്ട് ലൂയിസ് ബാൽഫർ സ്റ്റീവൻസൺ ആണ് ഓത്തർ. സ്കോട്ടിഷ് നോവലിസ്റ്റ് ആണ്, പോയിറ്റ്, എസ്സേസ്, ട്രാവൽ റൈറ്റർ. ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് എഴുതാം. is a man who seemed to pick the right word upon the point of his pen like a man playing Spilkins. Right word upon the point of his pen. Correct ആയിട്ട് എഴുതുന്ന ഒരു capacity. Greatly admired by many authors.
മറ്റ് ഓതേഴ്സ് അഡ്മയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു റൈറ്ററുടെ വലിയൊരു അഡ്മിറേഷൻ ആണ്, അവാർഡാണ്. മറ്റു റൈറ്റേഴ്സിന്റെ നിന്ന് അഡ്മിറേഷൻസ് കിട്ടും, ക്രിറ്റിസിസം കിട്ടും. മറ്റു റൈറ്റേഴ്സിൽ നിന്ന് പല ക്രിറ്റിസിസം കിട്ടും. അഡ്മയർ ചെയ്യാന്ന് പറയുന്നത് അപ്പൊ അവരെക്കാട്ടിലും വലിയ റൈറ്റർ ആയതുകൊണ്ടാണ് അവർ അഡ്മയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഒരു ഗ്രേറ്റ് പ്ലഷർ ആണ്, അല്ലെങ്കിൽ അതൊരു അവാർഡാണ്. ആൻഡ് ആരുടെയൊക്കെ നിന്നാണ് അഡ്മിറേഷൻ കിട്ടിയിരിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ജോർജ് ലൂയിസ് ബോഗസ്, ഏണസ്റ്റ് ഹെമിംഗ്വേ, റോബിയാർഡ് കിപ്ലിംഗ്, വാൽഡിമർ നബോക്കോവ്. പേരുകളൊക്കെ പഠിച്ചോളൂ. ജെ.എം. ബാരി, പേരുകളൊക്കെ പഠിച്ചു വെച്ചോളൂ. അവരുടെ നിന്നൊക്കെയാണ് അഡ്മയർ ചെയ്തത്. മറ്റ് ഗ്രേറ്റ് റൈറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. ദെൻ എഡിൻബർഗ്, സ്കോട്ട്ലാൻഡിൽ ജനിച്ച ആള്, 13 നവംബർ 1850. മാർഗരറ്റ്, വൈഫിന്റെ പേര് ബോൺ മാർഗരറ്റ് ഇസബെല്ല വോൾഫർ, വൈഫ്. ലൈറ്റ് ഹൗസ് ഡിസൈൻ വാസ് എ ഫാമിലി പ്രൊഫഷൻ. ലൈറ്റ് ഹൗസ് ഡിസൈൻ അതാണ് ഫാമിലിക്ക് മൊത്തം പ്രൊഫഷൻ. ഹൗസ് ഡിസൈൻസ് അതാണ് ഫാമിലി പ്രൊഫഷൻ തന്നെ അതാണ്. ഫേമസ് റോബർട്ട് സ്റ്റീവൻസന്റെ മകൻ, മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. ഫാമിലി റൈറ്റേഴ്സ് ആയിരുന്നു. എല്ലാ റൈറ്റേഴ്സിന്റെ പേരുകളും ഉണ്ട് ഇതിൽ. തോമസ് സ്മിത്ത്, ബ്രൻ അലൻ, ഡേവിഡ്, ഇങ്ങനെ എല്ലാ റൈറ്റേഴ്സിന്റെ പേരുകളും. അപ്പൊ ഫാമിലിയിൽ മൊത്തം എല്ലാവരും, അച്ഛനും അമ്മയും അങ്കിളും എല്ലാവരും റൈറ്റേഴ്സ് ആണ്. മൊത്തം റൈറ്റേഴ്സ് ഫാമിലി ആണെന്ന് അർത്ഥം. എല്ലാ റൈറ്റേഴ്സിന്റെ പേരുകളും അതിലുണ്ട്. ആൻഡ് ഓതേഴ്സ്, അഡ്മയർ ചെയ്ത ഓതേഴ്സ് മേ ബി അത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, അതുകൊണ്ടാണ് അഡ്മയർ ചെയ്തിട്ടുണ്ട്. അഡ്മയർ ഓതേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സോ ഇൻട്രൊഡക്ഷൻ, ഓതർ ഇൻട്രൊഡക്ഷൻ, റോബർട്ട് ലൂയിസിനെ കുറിച്ചുള്ള ഓതർ ഇൻട്രൊഡക്ഷൻ ഇതൊക്കെയാണ്. ഇനി നമ്മളുടെ വാക്കിംഗ് ടൂർസ് എന്നുള്ള ലെസണിൽ novels of adventure. Scottish essayist, poet and author of fiction and travel books, is known especially for his novels adventure. നമ്മളുടെ ഓതർ തന്നെ ഫേമസ് ആയിട്ടുള്ളത് നോവൽസ് ഓഫ് അഡ്വഞ്ചറസ് നോവൽസ് എഴുതിയാണ് ഫേമസ് ആയിരിക്കുന്നത്. Stevenson chose to go hiking in France across the seven Carolinas in order to get away from a female he thought he could never marry, and wrote he found another in the shape of Modestine, a trusted female town. So ഇങ്ങനെ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ സോ ഈ ഇതിൽ നിന്ന് ഒരു ഫീമെയിൽ ക്യാരക്ടറിന്റെ ഇൻഫ്ലുവൻസ്, റൈറ്റിംഗിൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിന്റെ ഇൻഫ്ലുവൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹി വാസ് നോട്ട് ഏബിൾ ടു റൈറ്റ് എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഇതിന്റെ റെഫറൻസിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ റൈറ്റിംഗ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്ലേസ് വിട്ടു പോയിട്ട് ഹി വോണ്ട് ടു ടേക്ക് ഹിസ് കരിയർ ആസ് റൈറ്റർ ആയിട്ട് തുടരണമെന്നാണ് ആവശ്യം. സോ പ്ലേസ് ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് റൈറ്റാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഒരു കംഫർട്ട് ലെവൽ ഇരുന്ന് എഴുതുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഒരു കംഫർട്ട് ലെവൽ, ചില റൈറ്റേഴ്സിന് അങ്ങനെയാണല്ലോ, ഒരു ലോൺലി പ്ലേസിൽ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ പ്ലേസിൽ ഇരുന്ന് എഴുതിയാലേ എഴുതാൻ പറ്റുള്ളൂ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ആൻഡ് എഴുതുമ്പോൾ ഹി വോണ്ട് ടു റൈറ്റ് അബൌട്ട് ദ സിവിലൈസേഷൻ അല്ലെങ്കിൽ കൾച്ചർ ഓഫ് ദറ്റ് സൊസൈറ്റി. സൊസൈറ്റിയുടെ കൾച്ചർ ആൻഡ് സിവിലൈസേഷനെ എക്സ്പ്രസ് ചെയ്യണം. അപ്പോ ഇതുപോലെ പർട്ടിക്കുലർ പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ എന്താവും വെച്ചാൽ അത് അതിലേക്ക് ഒരാളിലേക്ക് ചുരുങ്ങി പോകും എഴുതുമ്പോൾ. ഒരു പർട്ടിക്കുലർ ഒരു പേഴ്സൺ, ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസ് ആ സമയത്ത് എഴുതുമ്പോൾ ഒരു സൊസൈറ്റിയുടെ കൾച്ചർ ആൻഡ് സിവിലൈസേഷനെ കുറിച്ചാണ് എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ആയി മാറും. ആ പേഴ്സണിലുള്ള ക്യാരക്ടർ സിവിലൈസേഷൻ എന്തൊക്കെയാണോ അതാണ് സൊസൈറ്റിയുടെ സിവിലൈസേഷൻ ആയി മാറും. അതുകൊണ്ടാണ് ഹി വോണ്ട് ടു ചേഞ്ച് ദ പ്ലേസ് ചേഞ്ച് ചെയ്ത് പോകണമെന്ന് പറഞ്ഞത്. Then again he went on with cutting planes. Alas, he was get up in life and are more preoccupied with our affairs. Even a holiday is a thing that must be worked for. നമ്മളുടെ is a thing that must be worked for. Holiday, അതായത് ഒരു ഹോളിഡേ എടുത്ത് ഒരു ലീവ് എടുത്ത് അല്ലെങ്കിൽ ഒരു ഫ്രീ എടുത്ത് പോകാനുള്ള ഉദ്ദേശിക്കുന്നതല്ല. റൈറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് കണ്ടീഷൻ പോലെ അല്ലെങ്കിൽ ഒരു വർക്ക് പോലെ അല്ലെങ്കിൽ ഒരു ജോലി പോലെ ഒരു ജോബ് പോലെ എടുക്കേണ്ട വിഷയമല്ല. അതൊരു ലീവ് എടുത്ത് അതിനൊരു മൺഡേ ടു ഫ്രൈഡേ 10 to 5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റിൽ എടുക്കേണ്ട വിഷയമല്ല. ഇൻ ലൈഫിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഹി വോണ്ട് റൈറ്റ് അല്ലെങ്കിൽ എഴുതണം. അതാണ് റൈറ്റിംഗ് കരിയർ എന്ന് പറയുന്നത്. ആൻഡ് ഇതില് വേറൊരു പോയിന്റ് പറയുന്നത്, Stevenson was in his late 20s and still dependent on his parents for support. Travel was both meant to raise money he needed to be with the woman he loved and to provide adventure. Stevenson crowd being sickly much of his life. 20 years of age-ലും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ അവിടെ ട്രാവലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ടൂർ ട്രാവൽസ് എന്നുകൊണ്ട് അപ്പൊ അവിടെയൊക്കെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പോ ഹീസ് ഇൻ ലവ് അല്ലെങ്കിൽ ഒരു അഫയർ ഉണ്ട്, ഒരു ലേഡിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫാമിലിയെ
ഫർദർ മൂവ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹി വോണ്ട്സ് ടു ഏൺ, സമ്പാദിക്കുകയും വേണം. റൈറ്റിംഗ് മാത്രം തുടരാനും പറ്റില്ല. ഹി വോണ്ട് ടു ട്രാവൽ ചെയ്യും വേണം മറ്റു സ്ഥലത്തേക്ക്. അവിടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അത് ഹി വോണ്ട് ടു മാരി, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫാമിലിയെ തന്നെ ഫൈനലൈസ് ചെയ്യണമെന്നൊരു കൺസെപ്റ്റിലാണ് ഉള്ളത്. ഇതൊരു കൺഫ്യൂസിങ് സ്റ്റേജിൽ, ഇങ്ങനെയുള്ള കൺഫ്യൂസിങ് സ്റ്റേജിലൊക്കെ റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റിംഗ്സിൽ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഇൻഫ്ലുവൻസ് ആവും. എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അതിലേക്കൊക്കെ ഇൻഫ്ലുവൻസ് ആവുന്നത്. അങ്ങനെ ഒരു സ്റ്റേജ് പറയുന്നുണ്ട്. ഇനി പറയുന്നത് ഇനി ട്രാവലിങ്ങിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാല്, there are many ways of seeing landscape quite as good and none more vivid in spite of canting talents than the railway train. But landscape on a walking tour is quite accessory. He who is indeed for the brotherhood does not voyage in quite of picturesque but a certain jolly humors. ഓരോ ലാൻഡ്സ്കേപ്പിനെയും ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കടന്നു പോകുന്ന കുറെ വഴികൾ, പാസ് ചെയ്ത് പോകുന്ന ലാൻഡ്സ്കേപ്പ്, ഇതൊക്കെ ഓർത്ത് വെക്കുന്നുണ്ടോ ആരെങ്കിലും? ട്രെയിനിൽ യാത്ര ചെയ്തവരാരെങ്കിലും മെമ്മറിയിൽ വെച്ചിട്ടുണ്ടോ? വഴിയിൽ കണ്ട സ്ഥലങ്ങളും പ്ലേസസും ബിൽഡിങ്സ് ഒക്കെ ആരെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ടോ? ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്, സ്ഥലങ്ങളെ കുറിച്ച് അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ പിന്നെ ഉറങ്ങും, അല്ലെങ്കിൽ പിന്നെ കണ്ണിൽ കണ്ടാലും ഫോണിലായിരിക്കും ഇപ്പൊക്കെ. കണ്ണിൽ കണ്ടാലും ഓർത്ത് വെക്കാൻ ഉണ്ടാവാറില്ല. പർട്ടിക്കുലർ ഏതെങ്കിലും നമ്മളുടെ ആരെങ്കിലും റിലേറ്റീവ്സോ എന്തെങ്കിലും ഉള്ള സ്ഥലമാണെങ്കിൽ മാത്രം ഒന്ന് ഓർത്ത് വെക്കും. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ട്രാവൽസിലൂടെ മറ്റ് ലാൻഡ്സ്കേപ്പിലുള്ള ആളുകളെ കുറിച്ച് എഴുതുക, അല്ലെങ്കിൽ ആ സൊസൈറ്റിയെ കുറിച്ച് അതിനെക്കുറിച്ച് എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു പർപ്പസ് എയിം ഉള്ളത് കൊണ്ട് ഈ മേ ബി ഉണ്ടാവുമായിരിക്കാം, ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് മനസ്സിലാക്കിയത്, ഇപ്പൊ ഫെല്ലോ ട്രാവലേഴ്സ്, കൂടെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ, ഇത് ലൈഫായിട്ട് തന്നെ എടുത്തോളൂ, ട്രെയിൻ ട്രാവലിംഗ് ആയിട്ട് തന്നെ എടുത്തോളൂ, കൂടെ ട്രാവൽ ചെയ്യുന്നവർ ഒരിക്കലും നമ്മൾ കാണുന്ന വ്യൂവിലായിരിക്കില്ല ആ ലാൻഡ്സ്കേപ്പിനെ കാണുന്നത്, ആ ലാൻഡിലുള്ള കൾച്ചറിനെ, സിവിലൈസേഷനെ കാണുന്നത്. നമുക്ക് കൂടെ ഇരിക്കുന്നവർ അതേ ലാൻഡ്സ്കേപ്പിലുള്ള സിവിലൈസേഷനെയും കൾച്ചറേയും കാണുന്നത് സെയിം വ്യൂവിലായിരിക്കണമെന്നില്ല. അപ്പൊ റൈറ്ററെ ഇവരുടെ വേർഡ്സും എഫക്ട് ചെയ്യും, താൻ കണ്ട വ്യൂ പോയിന്റ് എഫക്ട് ചെയ്യും, മറ്റു റൈറ്റേഴ്സ് മറ്റു കൂടെ ഉള്ളവർ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഒപ്പീനിയൻ പറയുന്നത് അതും എഫക്ട് ചെയ്യും. അപ്പൊ റൈറ്റർക്ക് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ളതാണ്. ആൻഡ് സാധാരണ ഒരു റൈറ്റർക്ക് ട്രാവലിംഗ് എന്നുള്ളത് റൈറ്റേഴ്സിന്റെ വീക്ക്നെസ് ആണ്, എഴുത്തുകാരുടെ വീക്ക്നെസ് ആയിരിക്കും. കാരണം കൂടുതൽ രാജ്യങ്ങൾ യാത്ര ചെയ്താൽ അവരുടെയൊക്കെ പുതിയ സംസ്കാരങ്ങളും പുതിയ സൊസൈറ്റികളെ കുറിച്ചും പുതിയ ജീവിത രീതികളെ കുറിച്ചും പഠിച്ചിട്ട് അതിലുള്ള വിഷയങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് റൈറ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ റൈറ്റിംഗ് കരിയറിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ട്രാവലിംഗ് എന്നുള്ളത്. അതിലത്തെ വ്യൂ പോയിന്റിന്റെ ഡിഫറൻസ് ആണ് ഇതിൽ പറയുന്നത്. ആൻഡ് now to be properly enjoyed, walking tour should be gone upon alone. അങ്ങനെ ആരെയും ചിന്തിക്കുന്നുണ്ടോ? പ്രോപ്പർലി എൻജോയ്ഡ്, എൻജോയ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാമോ? ആണോ? If you go in company or in event pairs, it is no longer a walking tour. In everything, anything but name, it is something else and more in nature of a picnic. Walking tour എന്ന് പറയുമ്പോൾ തന്നെ പോകണം. കൂടെ പെയർ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ പേര് വേറെയാണ്. എൻജോയ്മെന്റ്, അവരുടെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ്, അതിൽ കുറെ വിഷയങ്ങൾ പഠിക്കുക, അതിൽ കുറെ വിഷയങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ കുറെ വേറെ അതിന്റെ രീതിയെ മാറി, അതിന്റെ സിസ്റ്റമേ മാറി, ഒരു ബ്രോഡ്കാസ്റ്റ് ലെവലേ മാറി. And it is something else more in the nature of a picnic. Walking tour should be gone upon alone because freedom is of the essence, because you should be able to stop and go on. നടന്നു പോകുമ്പോൾ നമുക്ക് എവിടെ നിർത്തണമെന്ന് തോന്നുമ്പോൾ അവിടെ നിർത്താം, നടന്നു പോവാം. നമുക്ക് എവിടെ നിർത്തണം എന്ന് തോന്നുമ്പോൾ അവിടെ നിർത്താം. ഗ്രൂപ്പ് പെയർ ആണെങ്കിലും കമ്പനി ആണെങ്കിലും അവരുടെയൊക്കെ ആവശ്യത്തിന് നിർത്തേണ്ടി വരും. അത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തായിരിക്കില്ല നിർത്തുന്നത്. അപ്പൊ നമ്മൾക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അവിടെയൊക്കെ ലൈഫ് മസ്റ്റ് ബി ഗോൺ, എങ്ങനെയായിരിക്കണം ലൈഫ് പോകേണ്ടത്, അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണം. ഫ്രീഡം ഇസ് ഓഫ് എസെൻസ്, അവിടെ ഫ്രീഡം എസെൻസ് ആണ് നമുക്ക് ലൈഫിൽ തരുന്ന ഇൻസ്പിറേഷൻ. ആ വാക്കിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ എന്താ? ഒറ്റയ്ക്ക് വാക്കിംഗ് ടൂർ പോകണം എന്ന് പറയുന്നതിൽ ഒരു റൈറ്റർക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ എന്താ? ഫ്രീഡം. മറ്റേത് ഒരു പെയർ ആണെങ്കിൽ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ഫ്രീഡം ഇല്ലല്ലോ, അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്, എല്ലാവർക്കും വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്, അവിടെ ഫ്രീഡം ഇല്ല. അപ്പൊ ഫ്രീഡം ആണ് നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ എന്നത്. ആൻഡ് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ഫ്രീ ടേക്സ്, because you must have your own pace and neither trot alongside a champion walker nor mince the time with a girl, and then you must be open to all impressions and let your thoughts take color from our see. എന്തൊക്കെ കാണുന്നു നമ്മളുടെ കളേഴ്സിൽ അത് കാണാൻ സാധിക്കും, നമ്മളുടെ വ്യൂവിൽ അത് കാണാൻ സാധിക്കും, നമ്മളുടെ എൻജോയ്മെന്റ് എത്ര നേരം ഒന്ന് കാണാം, അല്ല കാണാതെ പോകണം, ഇത് എനിക്ക് ഇഷ്ടമായില്ല കാണാതെ പോവാം. നടന്നു നമുക്ക് ഏത് എൻജോയ്മെന്റ്, കൂടെ ആളുകൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് കാണുന്നുണ്ട്, നമ്മൾ കുറച്ച് നമുക്ക് സ്ഥലം കാണുന്നുണ്ടെങ്കിൽ കാണണ്ടാന്ന് വിചാരിച്ചാൽ അവിടെ കുറച്ചു നേരം അവർക്ക് വേണ്ടി അവർ നമ്മുടെ കൂടെ വരണമെങ്കിൽ കുറച്ചു നേരം അവിടെ നിൽക്കണം, നമുക്ക് ഇഷ്ടമല്ലാത്ത സ്ഥലത്ത് നിൽക്കണം.
അവരെ കൂടെ നിൽക്കണം. നമുക്ക് ആ സ്ഥലം ഒന്നും കൂടെ കാണണമെന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട്, ഈ അവരൊക്കെ പോയി എന്നിട്ട് അവരെ കൂടെ പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ മാറുമെന്ന് അർത്ഥം. സിംഗിൾ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ടൂർ ആണെങ്കിലും. അപ്പൊ നമ്മളുടെ ഓൺ കളേഴ്സ് കാണാൻ പറ്റില്ല എന്നൊരു സെന്റൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ ഓത്തറുടെ ഒരു ഒപ്പീനിയൻ എന്താന്ന് വെച്ചാല്, ഏത് കൺട്രിയിലാണോ ആ കൺട്രിയുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ കൺട്രിയുടെ കൾച്ചറിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ചില ആളുകൾ ചൈനയിൽ ടൂർ പോയി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ ഫുഡുള്ള ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. അവിടെ ഇവിടുന്ന് പോയ ആൾക്കാർ ഇവിടെ അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവിടെ പോയിട്ട് വീണ്ടും ഇവിടുത്തെ ഫുഡ് അവിടെ പോയിട്ട് ആ ഇന്ത്യൻ ഹോട്ടലിൽ തന്നെ പോയി കഴിക്കുന്ന ഒരു കൺസെപ്റ്റ്. നമ്മളുടെ ഓർഡർ അങ്ങനെയല്ല. ചൈനയിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിക്കുക. ചൈനയിൽ പോയാൽ എന്തും കഴിക്കണം, സെന്റർ പീസ് ഓഫ് എന്തും കൂടെ കഴിക്കണം, സ്നേക്കിന്റെ സെന്റർ പീസ് കഴിക്കണം. അപ്പൊ അതുപോലെ അവിടെ പോയിട്ട് അവിടുത്തെ കൾച്ചർ എന്താണ്, അവിടുത്തെ ഭക്ഷണ രീതി എന്താണ്, അവരുടെ സംസ്കാരം എന്താണ്, അതുപോലെ പെരുമാറുക, അവരോട് കൂടെ മിങ്കിളാവുക. അങ്ങനെ എന്നാലേ നമുക്ക് അതിനെക്കുറിച്ച്, ആ സംസ്കാരത്തെ, ആ കൾച്ചറിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊരു കൺസെപ്റ്റ് ഉള്ള ആളാണ്. അല്ലാതെ അവിടെ പോയിട്ട് വീണ്ടും നമ്മളുടെ തന്നെ കൾച്ചർ എവിടെയാ ഉള്ളത്, നമ്മളുടെ കൾച്ചർ നമ്മളുടെ നാട്ടിൽ ഉപയോഗിക്കാനുള്ളതാണ്. അത് വേറെ നാട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണെന്ന് പഠിക്കാം. അതിന് പഠിക്കണമെങ്കിൽ അവരോട് കൂടെ ചേരണം, മിങ്കിളാവാം. അത് അതിൽ നിന്ന് പഠിച്ചിട്ട് മനസ്സിലാക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ്. ആൻഡ് അതില് പിന്നെയും പറയുന്നത്, ഫസ്റ്റ് ഡേ ഓൾസോ എനി ടൂർ, ഏതൊരു ടൂർ പോകുമ്പോഴും ഫസ്റ്റ് ഡേ കുറച്ച് ബിറ്റർനെസ് ഉണ്ടാവും എന്ന് പറയുന്നു. When the traveler feels more than coldly towards his knapsack, he is self in his mind to throw a ball. ഇങ്ങനെ സിംഗിൾ പോകുമ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ ഒരു ബിറ്റർനെസ് ഉണ്ടാവും, അതിലൊരു ഓക്വേർഡ്നെസ്, മിങ്കിൾ ആവാൻ പറ്റാത്തൊരു ഓക്വേർഡ്നെസ് ഉണ്ടാവും. പിന്നീട് അത് എൻജോയ്മെന്റ് അല്ലെങ്കിൽ അത് മിങ്കിൾ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഈസിനെസ് ആയി മാറും എന്ന് പറയുന്നുണ്ട്. സ്പിരിറ്റ് ഓഫ് ദ ജേർണി എൻറ്റേഴ്സ് ഇൻ ടു ഇറ്റ്. ജേർണി, യാത്രയുടെ ഒരു സ്പിരിറ്റ് അതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മച്ച് വേരിയൻസ് ഇൻ ദ മൂഡ് ചേഞ്ച്. നമ്മളുടെ മെന്റൽ സ്റ്റാറ്റസ് മാറിക്കൊണ്ടേയിരിക്കും. ഒരു ട്രാവലിംഗിൽ മുഴുവൻ എടുത്തു നോക്കിക്കോളൂ. ഒരു 3 days ടൂർ നിങ്ങൾ എവിടെന്നെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എടുത്തു നോക്കിക്കോളൂ. ഫസ്റ്റ് ഡേ ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ട് കണ്ട ആളുകളൊക്കെ സെക്കൻഡ് തിരിച്ചു വരുമ്പോൾ എനിക്കൊന്ന് ഡാൻസ് കളിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ എല്ലാം ഉറങ്ങുന്നുണ്ടാവും. രാവിലെ പോകുമ്പോൾ കുറെ നേരം വിളിച്ചു, അപ്പോഴൊക്കെ ഭയങ്കര പ്രകൃതി ഭംഗി ആസ്വദിച്ചിരുന്നിട്ടുണ്ട്. അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ മെന്റൽ സ്റ്റാറ്റസ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും, ഒരേപോലെ ഉണ്ടാവില്ല. അപ്പൊ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഈ ചേഞ്ചസ് ഒക്കെ അവനോട് തന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി. കുറെ പേരുണ്ടെങ്കിൽ ഈ ചേഞ്ചസ് ഒന്നും മിങ്കിൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ആൻഡ് all possible moods, this is in which a man takes the road is the best. എന്തൊക്കെ മൂഡ് ചേഞ്ച് ഉണ്ടെങ്കിലും വാട്ട് ഹി സെലക്ട്സ്, ആ സമയത്ത് നമ്മൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. ആ സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കണം എന്നാണ് തോന്നിയെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. ആ സമയത്ത് നമുക്ക് തുള്ളി കളിക്കണം എന്നാണ് തോന്നിയെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. ആ സമയത്ത് നമുക്ക് ഇറങ്ങി ഇതൊക്കെ കണ്ട് ആസ്വദിക്കണം എന്നാണ് തോന്നിയെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. ആ സമയത്ത് എടുക്കുന്ന ഡിസിഷൻ ഇസ് ദ ബെസ്റ്റ്. അതാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് കൊണ്ടാണ്, അത് അങ്ങനെ ചെയ്യണം തോന്നുന്നതുകൊണ്ടാണ്. അല്ല നമുക്ക് ഊട്ടിയിലൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങണം തോന്നിയെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. അവിടുത്തെ തണുപ്പ് ഫസ്റ്റ് ഉറങ്ങണം എന്നാണ് തോന്നിയെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. അപ്പൊ നമ്മൾ അവിടെ എടുക്കുന്ന ഡിസിഷൻ ആണ് എപ്പോഴും ബെസ്റ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് എന്തിനാ കമ്പാനിയൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്തിനാണ്? സോ യു ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. wherever you want to stop it, you stop it. wherever you want to move, you can move. or wherever you can enjoy, you can enjoy. എല്ലാം you can take decision. എല്ലാത്തിലും ഡിസിഷൻസ് നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. As the day goes on, the traveler moves from the one extreme towards the other. He became more and more incorporated with the material landscape and the open-air darkness grows upon him with great strides until he posts along the road and sees everything about him as a cheerful dream. The first is certainly brighter, but the second stage is more peaceful. First half എല്ലാത്തിനോടും മിങ്കിൾ ചെയ്യാൻ ഒരു ഇത് തോന്നും. പിന്നീട് സെക്കൻഡ് ഹാഫ് ആവുമ്പോഴേക്കും അതിനോടൊരു മിങ്കിൾ ആയിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുമെന്നാണ്. ഒരു സ്റ്റേജും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നൈറ്റ് ആകുമ്പോഴേക്കും there are no such pipes to be smoked at that follow good days. ആ ഒരു സ്റ്റേജ് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫില് അതിന് മുമ്പ് ഒരു പോയിന്റ് പറയുന്നു. ആഫ്റ്റർ ഡിന്നർ the best hours comes. ആഫ്റ്റർ ഡിന്നറിലാണ് the best hours comes. There are so much pipes to be smoked at those follow good days marks. The flavor of the tobacco is the thing to be remembered. It is so dry and aromatic. അവരുടെ ഭാഷയിൽ പറയുന്നതാണ്. ഇങ്ങനെ സിഗാർസ് ഇങ്ങനെ വലിച്ചു പോകുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആഫ്റ്റർ ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റ് എടുക്കുന്ന, റിലാക്സ് എടുക്കുന്ന അതിനെ കുറിച്ച് പറയുന്നത്. അപ്പോ
ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ബുക്ക് റീഡ് ചെയ്യുന്നത് പോലെ. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടില്ല. വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ അതിന്റെ കൾച്ചർ, അത് എന്താണ്, എന്തിനെ കുറിച്ചാണെന്ന് ഒരു ക്ലാരിറ്റി കിട്ടില്ല. വെൻ യു റീഡ് ഇൻ ടു ഇറ്റ്, കുറെ പേജസ് വായിച്ചു കഴിയുമ്പോൾ വി ആർ ഇൻ ടു ദാറ്റ്, അതിലേക്ക് മിങ്കിൾ ആവും, നമ്മൾ അതിലേക്ക് ഇതാവും, ആ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്കൊരു ഐഡിയ വരും. പിന്നെ നമുക്ക് വി ആർ ഈഗർ, വാട്ട് ഇസ് ദ കൺക്ലൂഷൻ, ആ കൺക്ലൂഷൻ എന്തായിരിക്കും, ദെൻ എവിടെയാണ് എൻഡ് ചെയ്യുക. ഒരു ബുക്ക്, ഒരു സ്റ്റോറി ബുക്ക് റീഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ എന്തായിരിക്കും എന്നുള്ളൊരു ഈഗർനെസ്സിലേക്ക് വരും. സോ ട്രാവലിംഗ് അതുപോലെയാണ്. അപ്പൊ റീഡിങ് നമ്മൾ എങ്ങനെയാ ചെയ്യുക, 3-4 പേര് കൂടെ റീഡ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഷെയർ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളുടെ എക്സൈറ്റ്മെന്റ് കുറയും. എല്ലാവരും കൂടെ എക്സൈറ്റഡ് ആവും, ഷെയർ ചെയ്ത് പോകുമ്പോൾ എക്സൈറ്റഡ് ഷെയർഡ് ആയി പോകും എന്നുള്ളത് പോലെയാണ് ഒരു ട്രാവലിംഗ്. റീഡിങ്ങിനെയും ട്രാവലിങ്ങിനെയും കൂടെ കമ്പയർ ചെയ്യും. ട്രാവൽ ചെയ്യുമ്പോഴും ഇതേ സെയിം ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഗോയിങ് ഓൺ, എന്താണ് നടക്കുന്നത്, എവിടേക്കാണ് പോകുന്നത് എന്നൊരു ഐഡിയ കിട്ടില്ല. പിന്നെയാണ് അതിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവാം. ഫൈനൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ എൻഡിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഏകദേശം ആ കൺക്ലൂഷൻ പറയാതെ തന്നെ നമുക്ക് ഇന്നതായിരിക്കും കൺക്ലൂഷൻ എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത് എത്താൻ പറ്റും. Human experience is not able to reply, but at least you have had a fine moment and looked down upon all the kingdoms of earth. Human experience is not able to reply. Human experiences എന്ന് പറയുന്നത് അതിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് റിപ്ലൈ പറയാനൊന്നുമില്ല. ഇതൊക്കെ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് വൺ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ട്രാവൽ ചെയ്ത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് എഴുതുക. റൈറ്റേഴ്സിന് കൂടുതൽ സ്പിരിറ്റ് നൽകുന്ന ഒരു വിഷയമാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ടൂർസിനെ കുറിച്ച്, ട്രാവൽസിനെ കുറിച്ച് ഇതിൽ കുറച്ച് എക്സ്ട്രാസ് നിങ്ങളുടെ കൺക്ലൂഷൻസ് ഒക്കെ എഴുതുക. Walking tours not only describes the beauties of the countryside but also underlines the attitude of life. Walking tours എന്ന് പറയുന്നത് ലൈഫിന്റെ ബ്യൂട്ടി മാത്രമല്ല, കൺട്രി സൈഡിന്റെ ബ്യൂട്ടീസ് മാത്രമല്ല, ഓൾസോ അണ്ടർലൈൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ്. ആ ലൈഫിന്റെ കൾച്ചർ എന്താണ്, ആ നാട്ടിലെ സംസ്കാരം എന്താണെന്നും കൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടൂർ അല്ലെങ്കിൽ ട്രാവലിംഗ് എന്നുള്ളത്. സോ ഡിസ്കസ്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാണ് ഈ ലെസണിൽ ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ലെസൺ ഓൺഡോർസ് എന്നുള്ള ലാസ്റ്റ് ലെസൺ അല്ലേ. നെക്സ്റ്റ് ലെസൺ ഓൺഡോർസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ചെറിയൊരു ലെസൺ ആണ് ഓൺഡോർസ് എന്നുള്ളത്. ക്രിസ്റ്റഫർ മോർലെ, അമേരിക്കൻ ജേർണലിസ്റ്റ്, നോവലിസ്റ്റ്, എസ്സേസ്, പോയറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ പേരുകളുണ്ട് ക്രിസ്റ്റഫർ മോർലെന്. ഓൺഡോർസ് എന്നുള്ള നെക്സ്റ്റ് 20th ലെസൺ ആണ്. ലെസൺ അടുത്തയിലേക്ക് വന്നു, പഴയ ലെസൺ തന്നെ അടുത്തേക്ക് വന്നു. ദെൻ he was one of the founders of long-time contributing editor of Saturday Review of Literature. Saturday Review ലിറ്ററേച്ചറിന്റെ എഡിറ്റർ, അങ്ങനെ പല പദവികളിലും ജോലി നേടിയിരുന്ന ഒരു റൈറ്റർ അല്ലെങ്കിൽ ഓഥർ. ഹൈലി ഗ്രിഗോറിയസ് മാൻ. ഫേമസ് റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സർവിംഗ് ദാറ്റ് പൊസിഷൻ until the early 90s. Book of the Month Club. Quotations, familiar quotations, 1937-48. Judges of the Book of the Month Club. ക്ലബിന്റെ ബുക്സിന്റെ ജഡ്ജ് ചെയ്യുക, ഇങ്ങനെ പല കപ്പാസിറ്റീസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. 100 books of essays, poetry, novels. ബെസ്റ്റ് നോൺ ഓഥർ ഓഫ് കിറ്റി ഫോയിൽ എന്ന് പറയുന്ന ബുക്കിന്റെ ഓഥർ എന്ന നിലയിലാണ് കൂടുതൽ നമ്മളുടെ ഈ ഓഥറിനെ അറിയപ്പെട്ടിരുന്നത്. അക്കാഡമി അവാർഡ് വിന്നിംഗ് മൂവി. ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഈ ലെസണിൽ ചുരുക്കി പറഞ്ഞുതരാം. ഈ ലെസണിൽ ഓൺ ഡോർസ് എന്ന ലെസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഡോർസിലുള്ള, അതായത് ഓപ്പണിംഗ് ആൻഡ് ദ ക്ലോസിംഗ് ഓഫ് ദ ഡോർസ്. ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നതിലും ക്ലോസ് ചെയ്യുന്നതിലും ഓരോ മനുഷ്യരിലുമുള്ള വ്യത്യാസം. ഇപ്പോ വീടിന്റെ ഡോർ, അതിന്റെ ഉള്ളിൽ നിങ്ങളുണ്ട്. സംബഡി ഈസ് നോക്കിംഗ് അറ്റ് യുവർ ഡോർ, യു ആർ ഓപ്പണിംഗ് ദ ഡോർ. ഒരു നോർമൽ മെത്തേഡ്. ഇനി യു ആർ എക്സ്പെക്ടിങ് സംബഡി, ഇന്നാള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. യു ആർ എക്സ്പെക്ടിങ് സംബഡി ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. ആ ഡോർ ഓപ്പണിങ്ങിന് ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആയിരിക്കും. എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ അവർ വരുന്ന ആ ഒരു ഫീൽ. ഇനി ഒരാൾ വരരുത് എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു, അയ്യോ വന്നോ പറയുമ്പോ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നതിന്റെ ഫീലിംഗ്. ഇങ്ങനെ 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ദെൻ പുറത്ത് നിൽക്കുന്ന ആള് ഡോർ നോക്ക് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിൽ അത് ഓൾറെഡി ഇൻഫോം ചെയ്തിട്ട് വരുമ്പോൾ ഡോർ നോക്ക് ചെയ്യുമ്പോൾ അതിന് ആധികാരികത ഉണ്ടാവും, അതിന് ഓതറൈസേഷൻ അതോറിറ്റി ഉണ്ടാവും. ഞാൻ വരും പറഞ്ഞിട്ടാണ് അതോറിറ്റി ഉണ്ടാവും. നമ്മൾ ഇന്ന വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നു, അതിനൊരു അതോറിറ്റി ഉണ്ടാവും. അപ്പോൾ അവര് സസ്പെൻസ് അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒഴിയുമ്പോൾ അതിന്റെ നോക്കിങ്ങിന് ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആയിരിക്കും, മൈൻഡിൽ ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആയിരിക്കും. ദെൻ അവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവരാനാണെങ്കിൽ അതിനൊരു ഡിഫറെന്റ് ഫീലിംഗ് ആയിരിക്കും. ഇങ്ങനെ ഡോർസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുടെ ഫീലിംഗ്സിലുള്ള ചേഞ്ചസ് ആൻഡ് നോക്കിംഗ് ഓഫ് ദ ഡോർ.
ആ ഡോറിൽ നോക്കിങ്ങിലുള്ള ഡിഫറൻസസുമാണ് ഇത്രയും ചെറിയ പാരഗ്രാഫിൽ പറഞ്ഞത്. സർപ്രൈസസ് ഉണ്ടാവും. Closed at dusk may harbor surprises ഉണ്ടാവും. There are many kinds of doors, revolving doors for hotels, shops and public buildings. ഇതിനും വീടിന്റെ മാത്രമല്ലാതെ പബ്ലിക് ബിൽഡിംഗ്സിനൊക്കെ. Then curious little slatted doors that still swing outside the natured bar rooms, trap doors, stage doors, prison doors, glass doors. Symbol and mystery of door resides in quality of concealment. പല വിധത്തിലുള്ള ഡോറുകളുണ്ട്. പ്രിസന്റെ ഡോർ വരെ എക്സാമ്പിൾ പറഞ്ഞു. ഗ്ലാസ് ഡോറുകളുണ്ട്, പ്രിസൺ ജയിലിന്റെ ഡോറുകളെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസ് ഡോർ മാത്രം ഇതിൽ ഡോർ എന്ന് പറയാൻ പറ്റില്ല, കാരണം അപ്പുറം ഇപ്പുറം കാണാൻ പറ്റും. ഗ്ലാസ് ഡോർ മാത്രം നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്ത് ആരാ നിൽക്കുന്നത് കാണാൻ പറ്റും. മറ്റു ഡോറുകളൊക്കെ നമുക്ക് അപ്പുറത്ത് ആരാണ് എന്താ എക്സ്പെക്ടേഷൻസ് ഉള്ളത് അറിയില്ല. ഗ്ലാസ് ഡോറിനെ മാത്രം നമ്മൾ വിൻഡോ എന്നാണ് പറയാ. ദർ ആർ മെനി വേസ് ഓഫ് ഓപ്പണിംഗ് ഡോർസ്. ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് പല വിധങ്ങളുണ്ട്. അപ്പൊ ലൈഫിൽ ടേക്ക് ഇറ്റ് ആസ് യുവർ ലൈഫിൽ ന്യൂ ഇൻഡിവിജ്വൽസ് ആവാം, ന്യൂ തിങ്സ് ആവാം, ന്യൂ ബാഡ് ഇൻഫർമേഷൻസ് ആവാം, അല്ലെങ്കിൽ പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വി വോണ്ട് ടു ഓപ്പൺ ഇറ്റ്, ഓർ നേരത്തെ പ്രതീക്ഷിച്ച് ഇന്നത് പഠിക്കണം, ഇന്നതിനൊക്കെ നമുക്ക് ഓപ്പണിംഗ് ആവും. നമ്മളെ മൈൻഡ് ഓപ്പൺ ആവുന്നത് എന്തിലേക്കാണ്, എങ്ങനെയായിരിക്കണം, ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന ഫീലിംഗിൽ അതിനെ എടുക്കേണ്ടതാണ്. എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ വരുമ്പോൾ നമുക്ക് ചാൻസസ് വരുമ്പോഴും പലപ്പോഴും എടുക്കാറില്ല. നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇന്ന ആളായി തീരണം എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ചാൻസസ് നമ്മുടെ മുന്നിൽ വരുമ്പോഴും ഇപ്പൊ വേണ്ട, ഞാൻ അന്ന് എക്സ്പെക്ട് ചെയ്തു പക്ഷെ ഇപ്പൊ വേണ്ട, അങ്ങനെ പറഞ്ഞ് അതിനെ ഒഴിവാക്കി നമ്മുടെ ലൈഫിൽ നിന്ന് പല വിഷയങ്ങളും മിസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും അല്ലാതെ ലൈഫിലും ഈ ഡോർ ഓപ്പണിങ്ങിനെ ഇങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാനാണ് ഈ ലെസന്റെ കൺക്ലൂഷൻ. ലെസണിൽ ഇത്ര എഴുതാനുള്ളൂ. ഈ ലെസൺ അന്ന് എന്ത് എഴുതുമെന്ന് എല്ലാവരും പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ചെറിയ പുഷ് ഓഫ് എൽബോ, സസ്പീഷ്യസ് ടെൻഡേറ്റർ, നേരത്തെ പറഞ്ഞ പോലെ പതുക്കെ തുറന്നിട്ട് ചെറിയായിട്ടുള്ള ഒരു പുഷ് ചെയ്തിട്ട് പതുക്കെ തുറക്കുന്ന ഡോർ. സിമ്പത്തറ്റിക് ഓഫൾ, സൈലൻസിൽ തുറക്കുന്ന, എന്ന് പറഞ്ഞ ബ്രിസ്കി, അങ്ങനെ ബ്രിസ്ക് ആയിട്ട് തുറക്കുന്ന, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഡോർസ് ആർ സിമ്പിൾസ് ഓഫ് പ്രൈവസി, ഓഫ് റിട്രീറ്റ് ഓഫ് മൈൻഡ്സ്, എസ്കേപ്പ് ഇൻടു ബ്ലിസ്ഫുൾ പർസ്യൂട്ട്, സീക്രട്ട് സ്ട്രഗിൾ. റൂം വിത്തൗട്ട് ഡോർസ് ഇസ് നോട്ട് എ റൂം. അതിന് റൂം എന്ന് പറയില്ല. ഡോർ ഇല്ലാത്ത ഒരു റൂമിനെ റൂം എന്ന് പറയുന്നില്ല. ബട്ട് ഹാഫ് വേ ദ മൈൻഡ് വർക്ക്സ് ബെസ്റ്റ് ബിഹൈൻഡ് ക്ലോസ്ഡ് ഡോർസ്. അങ്ങനെയാണ് അത്ര റൈറ്റേഴ്സിന്. ക്ലോസ്ഡ് ഡോർസിന്റെ പിന്നിലാണ് മൈൻഡ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ, എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ ചിന്തകൾ വരുന്നത്, കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്നത്, കൂടുതൽ വിഷയങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുന്നത് ക്ലോസ്ഡ് ഡോർസിന്റെ പിന്നിലാണെന്ന് പറയുന്നു. And opening and closing of doors is a part of the frequency of life. Life will not stay still and let us alone. So ലൈഫിൽ ഇങ്ങനെ പല വിധത്തിൽ നമ്മളെ അഭിമുഖീകരിക്കുന്ന, നമ്മളെ ഫേസ് ചെയ്യുന്ന, നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന വിഷയങ്ങളെയൊക്കെ ഹൗ ടു ഫേസ്, നമ്മൾ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഒരു എക്സാമ്പിൾ. ലൈഫിനെ കമ്പയർ ചെയ്തിട്ടാണ് ഈ ലെസൺ പറഞ്ഞിരിക്കുന്നത്. ലൈഫിൽ നമ്മൾ അതിനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണം, വരുന്ന പല പ്രോബ്ലംസ് ആയാലും അതിന്റെ അക്സെപ്ഷൻസ് ആയാലും എങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. certain kind of door shutting that will come to us all. എല്ലാത്തിന്റെ അവസാനം ഒരു ഡോർ ക്ലോസിംഗ് ഉണ്ട്. അവസാനം ഒരു ഡോർ അവസാനമായിട്ട് ക്ലോസ് ചെയ്യും. ഇതിന്റെ എല്ലാത്തിനും അവസാനം ആ സെയിം ഡോർ തന്നെയാണ് എല്ലാവരും ക്ലോസ് ചെയ്യുക. പക്ഷെ അതിന് മുമ്പ് ഓപ്പൺ ചെയ്യുന്ന ഡോർസ് പലരും പല വിധത്തിൽ പല ഡോറുകളാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും അവസാനം ക്ലോസ് ചെയ്യുന്ന ഡോർ എല്ലാവരും സെയിം ഡോർ തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബുക്ക് ഐ എം കൺക്ലൂഡിംഗ്. And the last question is, essay on doors reveals knowledge, gives for breathing philosophical interest and commonplace. Opening and closing of doors are the most significant actions of man's life. Man's life il opening and doors, closing of the doors, adana significance of endine swikirikkanam, endine maati nirthanam ennullathu life il oru vishayangal namukku angane decision edukenda pala situations varum. Endine swikirikkanam, endine maati nirthanam, endine avoid cheyanam, endine reject cheyanam, endine idile vaadal adakkanam thorakkanam ennulla pala situations varum. Avadeyokke you have to think and take decisions ennulla concept aanu avada paranjirikkunnathu. So let us conclude.